السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد شرف المرسلين. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. صدق الله العلي العظيم. ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഉദ്ഘാടന ഭാഷണം നടത്തിയ പ്രഗത്ഭരായ ഉസ്താദ് അവർകൾ, ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റുള്ള പ്രഗത്ഭരായ ഉസ്താദുമാർ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒന്നെല്ലാവരും എണീറ്റ് നിന്നിട്ട് നിങ്ങളുടെ കസേര എടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്നാൽ കസേര കയ്യിൽ പിടിച്ചോളി. ഇല്ല ഞാൻ ബുദ്ധിമുട്ടാവില്ല, സൗണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. എടുത്തു വന്നോളൂ, ഒരു പേടിയും പേടിക്കണ്ട. ഞാൻ ഇന്ന് പ്രോഗ്രാമിന് വരാൻ ഉദ്ദേശിച്ച ആളല്ല. 2-3 ദിവസമായിട്ട് ശബ്ദം മൊത്തം അടഞ്ഞിരിക്കുകയാണ്. ഇന്നലെ പകരത്തിന് വേറൊരാളെ അയച്ചു. അതുകൊണ്ട് വലിയ ശബ്ദത്തിലൊന്നും എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. അതിന് പ്രസംഗിക്കുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അടുത്ത് വന്നിട്ടിരുന്നിട്ട് നമ്മൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. നിലമ്പൂർ ഭാഗമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവും അല്ലേ? ഇതുപോലെ മെഡിക്കേരി ഭാഗത്തുള്ള ഒരു തണുപ്പാണ് തൊണ്ടവേദന, അതുപോലെ ശബ്ദം അടയാനൊക്കെ കാരണമായത്.
അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തണുപ്പൊക്കെ ശക്തിക്കുന്നതിനു മുമ്പേ നമ്മുടെ പരിപാടി എന്ത് ചെയ്യണം, ഉപസംഹരിക്കണം, നിർത്തണം. അതുകൊണ്ട് വേഗം വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അല്ലാഹു തആല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുന്നൊരു വിഷയം, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഇണകളിലും അദുവ്വല്ലക്കും, ശത്രുക്കളുണ്ട് എന്നാണ്. നമ്മുടെ ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, മക്കളിൽ നമ്മൾക്ക് ശത്രുക്കളുണ്ട് എന്നാണ്. ഫഹ്ദറൂഹും, അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിക്കണം. മക്കളിലുള്ള ശത്രുക്കളെ, ഇണകളിലുള്ള ശത്രുക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹുവും ഗഫൂറാണ്, അല്ലാഹുവും റഹീമാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പാദ്യവും സന്താനങ്ങളും ഫിത്ന മാത്രമാണ്, പരീക്ഷണം മാത്രമാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പരീക്ഷണം മാത്രമാണ്. അതേപോലെ നിങ്ങളുടെ സമ്പാദ്യവും അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പരീക്ഷണം മാത്രമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം, അല്ലാഹുവിൻ്റെ അടുത്താണ് മഹത്തായ പ്രതിഫലമുള്ളത്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. മസ്തത്വഅതും, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി. ഫത്തഖുല്ലാഹ മസ്തത്വഅതും, നിങ്ങൾക്ക് കഴിയാത്ത വിഷയം അല്ലാഹു നിങ്ങളോട് പറയൂല. ലാ യുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാളോടും താങ്ങാവുന്നതിലപ്പുറം, കഴിയാവുന്നതിലപ്പുറം അല്ലാഹു ഒരാളോടും കൽപ്പിക്കൂല എന്നാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തഖുല്ലാഹ മസ്തത്വഅതും, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക. വസ്മഉ തആല, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഇരട്ടിയാക്കി തരുമെന്നാണ് അല്ലാഹു പറയുന്നത്. യുളാഇഫുഹു ലക്കും, ഇത് പരിശുദ്ധമായ സൂറത്തു തഗാബുൻ എന്ന സൂറത്തിലെ 17-ാമത്തെ ആയത്താണ്. ഇരിക്കുന്ന നമ്മളൊക്കെ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണല്ലോ. പൂർണ്ണമായിട്ട് വിശ്വാസമില്ലേ? 100-ൽ 110 വിശ്വാസമില്ലേ? 99 അല്ലല്ലോ, 110 വേണം. നമ്മളോടാണ് അല്ലാഹു പറയുന്നത്, ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ യുളാഇഫുഹു ലക്കും വയഗ്ഫിർ ലക്കും, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നല്ല കടം കൊടുക്കാൻ തയ്യാറായാൽ യുളാഇഫുഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരുമെന്നാണ് പറഞ്ഞത്. വയഗ്ഫിർ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കലോടുകൂടി നമ്മുടെ പാപങ്ങളും ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ ഓദ്യവിച്ച ഈ മഹത്തായ ആയത്തുകൾ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. സൂറത്തു തഗാബുനിൽ ഏകദേശം 14-ാം ആയത്ത് മുതൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിൽ, ഔലാദിക്കും, നിങ്ങളുടെ മക്കളിൽ, അദുവ്വല്ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം.
وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. ശത്രുക്കളാണെങ്കിൽ വരെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിശ്ചയം നിങ്ങളുടെ സമ്പാദ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണമാണ്. കാരണം സമ്പത്ത് നിങ്ങൾ ഹൃദയത്തിലേക്ക് കയറ്റിവെക്കുന്നുണ്ടോ അല്ല നിങ്ങൾ കൈകളിൽ വെക്കുകയാണോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹു നിങ്ങൾ പാവങ്ങളായ ആളുകളെ സഹായിക്കുന്നുണ്ടോ, അത്യാവശ്യ ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കോ എന്ന പരീക്ഷണമാണ് സമ്പത്തിലൂടെ അള്ളാഹു നൽകുന്നത്. അള്ളാഹു ദരിദ്രനാക്കുന്ന ആളുകൾ, സാമ്പത്തികമായി അഭിവൃദ്ധി നൽകാത്ത ആളുകൾ, അവർക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണം ഈ ദാരിദ്ര്യത്തിൽ പിടിച്ചു നിൽക്കാൻ അയാൾ തയ്യാറാകുന്നുണ്ടോ അല്ല ആളുകളുടെ മുമ്പിൽ യാചനയുമായി അയാൾ ഇറങ്ങുന്നുണ്ടോ. അള്ളാഹു തന്ന പരീക്ഷണമല്ലേ, ഞാൻ ക്ഷമിക്കട്ടെ എന്ന ചിന്തയോടെ ക്ഷമിക്കാൻ ദരിദ്രർ തയ്യാറാകുന്നുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. പിന്നെ മക്കളിലും പരീക്ഷണമുണ്ട്. ഔലാദിക്കും, നിങ്ങളുടെ മക്കളിൽ, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ മക്കളും പരീക്ഷണമാണ്. കാരണം ചില ആളുകൾ മക്കൾ എന്ത് ചെയ്താലും അവരെ ന്യായീകരിക്കുന്ന രക്ഷിതാക്കളെ കാണാം. മക്കളുടെ ഭാഗത്ത് തെറ്റുകൾ വന്നു പോയാൽ അതിനെ തിരുത്താത്ത മാതാപിതാക്കളുണ്ട്. നിസ്കരിക്കാത്ത മക്കളെ ഉപദേശിക്കാത്ത മാതാപിതാക്കളുണ്ട്. ആകെ അവരുടെ ചിന്തകൾ ഭൗതികമായി ഉന്നതമായ നിലവാരം പുലർത്തണം. പരീക്ഷകളിൽ, എക്സാമുകളിൽ മാർക്ക് വാങ്ങിക്കണം എന്ന ചിന്തയല്ലാതെ എൻ്റെ മക്കൾക്ക് അച്ചടക്കം വേണം, എൻ്റെ മക്കൾക്ക് വരെ നമ്മുടെ മാതാപിതാക്കളിൽ ഉണ്ടാവാറില്ല. ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്ന മക്കളോട് മാതാപിതാക്കൾ പറയേണ്ടത്, മോനെ, ഈ 1-ാം ക്ലാസ് കഴിഞ്ഞ് 2-ാം ക്ലാസ്സിലേക്ക് പോകുന്ന നിനക്ക് അള്ളാഹുവിനോടുള്ള ഖുശൂഅ്, ഭയഭക്തി, ദീനിനുള്ള വിശ്വാസം നിനക്ക് വർദ്ധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഈ പഠനം കൊണ്ട് യാതൊരു പ്രയോജനമുണ്ടാവൂല, യാതൊരു ഫായിദയില്ല, യാതൊരു ഉപകാരമില്ല. 1-ാം ക്ലാസ് കഴിഞ്ഞ് 2-ാം ക്ലാസ്സിലേക്ക് പോകുന്ന മകന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഖുശൂഅ് വർദ്ധിക്കേണ്ടതുണ്ട്. SSLC കഴിഞ്ഞ് +1 ചേരുന്ന ഒരു കുട്ടിക്ക് 10-ാം ക്ലാസ്സിലുള്ളതിനേക്കാളും ഖുശൂഅ് +1 അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാവണം. അത് മദ്രസയാണെങ്കിലും ശരി, അത് സ്കൂളുകളാണെങ്കിലും ശരി. മക്കൾ നമ്മൾക്കൊരു പരീക്ഷണമാണ്. കാരണം പാരത്രികമായ ലോകത്ത് മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നത്, മാതാപിതാക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കാരണമാകുന്നത് നമ്മുടെ മക്കളായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മക്കളായിരിക്കും മാതാപിതാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ തഹജ്ജുദ് നിസ്കരിച്ചവർ, ദിക്ർ ചൊല്ലിയവർ, സ്വലാത്ത് ചൊല്ലിയവർ, തസ്ബീഹ് ചൊല്ലിയവർ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മാതാപിതാക്കൾ, പക്ഷേ മക്കളെ നന്നാക്കാത്തതുകൊണ്ട്, മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകാത്തതുകൊണ്ട്, മക്കളെ കൃത്യമായി നിസ്കരിപ്പിക്കാത്തതുകൊണ്ട്, മക്കളുടെ പെരുമാറ്റം നന്നാക്കാത്തതിൻ്റെ പേരിൽ ഈ ആളുകൾ, ഈ മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയുമെന്നും മാതാപിതാക്കൾ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കൂല എന്ന് അള്ളാഹുവിനോട് വാശി പിടിക്കുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും നമ്മൾക്ക്. അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ രക്ഷിതാക്കളുടെ മുമ്പിലുള്ള ബാധ്യത മക്കളെ നന്നാക്കലാണ്, മക്കളെ സ്വാലിഹീങ്ങളാക്കലാണ്. മക്കള് സ്വാലിഹീങ്ങളാവാതെ മാതാപിതാക്കൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ഭാഗത്ത് ന്യൂനത വന്നു പോയാൽ, മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നമ്മുടെ ഭാഗത്ത് അപാകത വന്നു പോയാൽ, അവരുടെ ദീനിയായ വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതെ, അവർക്ക് ദീനിയായ വിഷയങ്ങളിൽ ഉപദേശം നൽകാതെ അവരെ കയറൂരി വിടുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ വീടുകളിലുള്ളതെങ്കിൽ നിശ്ചയം ഈ മക്കൾ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്നതിൽ സംശയമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ
ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങുകയുണ്ടായി. ഈ ആയത്ത് കേട്ടിട്ടൊരു സഹാബി മരിച്ചു പോയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നരകത്തിലേക്ക് വീഴാതെ സൂക്ഷിക്കണം. അതേപോലെ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭാര്യ നരകത്തിൽ വീഴാൻ പാടില്ല. നിങ്ങളുടെ മക്കളും നരകത്തിൽ വീഴാൻ പാടില്ല. നരകത്തിൽ വീണാലോ, മക്കൾ നരകത്തിൽ വീണാൽ മാതാപിതാക്കൾ ഉത്തരവാദികളാണ്. ഭാര്യ നരകത്തിൽ വീണാൽ ഭർത്താവ് ഉത്തരവാദിയാണ്. ഭർത്താവ് നരകത്തിൽ വീണാൽ ഭാര്യ ഉത്തരവാദിയാണ്. അപ്പൊ നിങ്ങൾ പരസ്പരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മക്കളെയും എന്ത് ചെയ്യണം? നാളെ സ്വർഗത്തിലെത്താൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് ആലോചിക്കേണ്ടത്. എൻ്റെ മകൻ നാളെ നരകത്തിൽ വീഴാൻ പാടില്ല. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് നാളെ നരകത്തിൽ വീഴാൻ പാടില്ല. കുടുംബസമേതം ഒന്നിച്ച് സ്വർഗത്തിലെത്തണമെന്നുള്ള ചിന്തയോടെയാണ് ഒരു കുടുംബം മുന്നോട്ട് പോവേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖളിറ. ഞാൻ പൊതുവെ വെള്ളം ഇരുന്നിട്ടാണ് കുടിക്കേണ്ടത്. പക്ഷെ ഇന്ന് ശബ്ദത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്കിടെ കുടിക്കണം. അപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഞാൻ അത്യാവശ്യ ഘട്ടമായതുകൊണ്ട് നിന്നിട്ട് കുടിക്കുകയാണ്. ഓക്കെ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖളിറ, ദുനിയാവെന്ന് പറയുന്നത് മധുരം നിറഞ്ഞതാണ്, പച്ചപ്പ് നിറഞ്ഞതാണ് ദുനിയാവ്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു തആല നിങ്ങളെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് പ്രതിനിധികളായിട്ടാണ്. അല്ലാഹു തആല നിങ്ങളെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് അല്ലാഹുവിൻ്റെ പ്രതിനിധികളായിട്ടാണ്. ഫയൻളുറു, അല്ലാഹു നോക്കുന്നുണ്ട്, കൈഫ തഅമലൂൻ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന്. ദുനിയാവിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു നോക്കുന്നുണ്ട്. ദുനിയാവിൽ നിറയെ സുഖങ്ങളാണ്, സൗകര്യങ്ങളാണ്. ആർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അറിയാതെ എന്തും ചെയ്താൽ ആരും ചോദ്യം ചെയ്യില്ല. അല്ലാഹു ഇത് കാണുന്നുണ്ട്, അല്ലാഹു ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലാഹു ഇത് വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടാവണം. അതുകൊണ്ട് ഫത്തഖുദ്ദുന്യാ വത്തഖുന്നിസാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം, അതേപോലെ സ്ത്രീകളെയും സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്ത്രീകളുമായി ഇടപെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ദുനിയാവുമായി ഇടപെടുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. ദുനിയാവ് വളരെ രസമാണ്, വളരെ മനോഹരമാണ്. മനുഷ്യൻ്റെ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന പച്ചപ്പും മാധുര്യവും ദുനിയാവിനുണ്ട്. പക്ഷേ ഇടപെടുമ്പോൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്, നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. فإن أول فتنة بني إسرائيل كانت في النساء. ബനു ഇസ്രായേലിൽ ആദ്യമായൊരു ഫിത്നയുണ്ടായത്, ബനു ഇസ്രായേലിൽ ആദ്യമായൊരു പരീക്ഷണമുണ്ടായത് പെണ്ണിൻ്റെ പേരിലാണ്. ഫത്തഖുദ്ദുന്യാ, അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെയും സൂക്ഷിക്കണം, സ്ത്രീകളെയും സൂക്ഷിക്കണം. സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അവരുമായുള്ള സംസാരം, അവരുമായുള്ള സമ്പർക്കങ്ങൾ, അവരുമായുള്ള ഇടപാടുകൾ വളരെ സൂക്ഷ്മതയോടെ വേണം. അവിടെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന, തുഹ്മത്തുണ്ടാക്കുന്ന ഒരു വിഷയം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. സംസാരങ്ങളിലോ ഇടപാടുകളിലോ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങളെ അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, വളരെ ഗൗരവത്തോടെയാണ് നബി തങ്ങൾ പ്രഭാഷണം നടത്തിയത്. ഒരു വൈകുന്നേരം മഹാന്മാരായ സ്വഹാബാക്കളെ വിളിച്ചിരുത്തിക്കൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് നടത്തിയ പ്രഭാഷണമാണിത്.
ദുനിയാവിൻ്റെ സുഖങ്ങളിൽ നിങ്ങൾ മയങ്ങിപ്പോവാൻ പാടില്ല, ആഡംബരങ്ങളിൽ മയങ്ങിപ്പോകാൻ പാടില്ല. ദുനിയാവിൽ അനുവദനീയമായ സുഖങ്ങളുണ്ട്, പാടില്ലാത്ത സുഖങ്ങളുണ്ട്. അള്ളാഹു അനുവദിച്ചു തന്ന സുഖമുണ്ട്, അള്ളാഹു നിഷിദ്ധമാക്കിയ സുഖങ്ങളുണ്ട്. അനുവദിച്ചതെന്തും നമ്മൾക്ക് ആസ്വദിക്കാം. ഹലാലായ എൻ്റർടൈൻമെൻറ്റ് അതെന്തും നമ്മൾക്ക് ആഘോഷിക്കാം, ആസ്വദിക്കാവുന്നതാണ്. പക്ഷേ ഹറാമിലേക്ക് നമ്മൾ അടുക്കാൻ പാടില്ല. ഹറാമായ ആസ്വാദനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് നമ്മൾ. ഒരു മനുഷ്യനറിയാം എന്താണ് ഹറാമ്, എന്താണ് ഹലാല് എന്നൊരു മനുഷ്യനറിയാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. തെറ്റേതാണെന്നും ശരിയേതാണെന്നും അറിയാനുള്ള കഴിവ് അല്ലാഹു ഒരു മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഒരു പേടിയും പേടിക്കാനില്ല. അത് ഓരോ ആളുകൾക്കറിയും ഇത് തെറ്റാണോ ശരിയാണോ. അതിന് പ്രത്യേകമായ വഅദുകളുടെ ആവശ്യമില്ല. സ്ത്രീകൾ എന്താണ് ബനു ഇസ്രായേലിൽ പ്രശ്നമുണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അവർ പൊതുജനങ്ങളിൽക്കിടയിലേക്ക് ഇറങ്ങിയത് ജനങ്ങൾ എന്നെ ശ്രദ്ധിക്കണമെന്നുള്ള ചിന്തയോടെയായിരുന്നു. പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യം വളരെ വലുതാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ജമാഅത്തിനവർക്ക് പള്ളിയിലേക്ക് പോവേണ്ടതില്ല. വീട്ടിൽ വെച്ച് നിസ്കരിച്ചാലും പുരുഷന്മാര് ജമാഅത്തായി നിസ്കരിക്കുന്ന പ്രതിഫലം പെണ്ണിന് അല്ലാഹു നൽകുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ, ജമാഅത്തിന് പോകാൻ അല്ലാഹു നിർബന്ധിപ്പിച്ചിട്ടില്ല. ശരീഅത്ത് നിർബന്ധമാക്കിയിട്ടില്ല സ്ത്രീകൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണമെന്ന്. എന്നാൽ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ വല്ല കൂലിയും കുറഞ്ഞു പോകുമോ? ഇല്ല. അവർക്ക് അവരുടെ വീടാണ് ഉത്തമമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല. ജാഹിലിയ കാലഘട്ടത്തിലുള്ള അജ്ഞരായ ഒരു സമൂഹം അവരഴിഞ്ഞാടിയതുപോലെ പെണ്ണെ നീ അഴിഞ്ഞാടാൻ പാടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീടാണ് ഉത്തമം. എന്തിനേറെ ശാരീരികമായി ക്ഷീണമുള്ള സമയം, മെൻസ്ട്രേഷൻ പീരീഡുകളിൽ അവരോട് അല്ലാഹു നിസ്കാരം നിർബന്ധമാക്കുന്നില്ല. ക്ഷീണമുള്ള സമയമാണത്. അവർക്ക് നോമ്പ് നിർബന്ധമില്ല, ക്ഷീണമുള്ള സമയമാണത്. വിശ്വാസയോഗ്യരായ മഹ്റമീങ്ങളായ ആളുകൾ കിട്ടിയില്ലെങ്കിൽ പെണ്ണിന് ഹജ്ജ് പോലും നിർബന്ധമില്ല. പെണ്ണിന് ഹജ്ജ് പോലും നിർബന്ധമില്ല. പുരുഷന്മാർക്ക് ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോയി അധ്വാനിക്കേണ്ട ആവശ്യമില്ല, വീടിൻ്റെ ചെലവേറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പെണ്ണ് അതൊക്കെ പുരുഷനാണ് ചെയ്യേണ്ടത്. പെണ്ണിനാവശ്യമുള്ള വസ്ത്രം, പെണ്ണിനാവശ്യമുള്ള ഭക്ഷണം, പെണ്ണിനാവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് വീട്ടിലെ ഭർത്താവിൻ്റെ കടമയാണ്. പെണ്ണിനെ ജോലിക്ക് അയക്കാൻ പാടില്ല, ഇസ്ലാമിൻ്റെ നിയമമാണത്. ഒരു പെണ്ണിന് പോകണമെങ്കിൽ ഹറാമായ ഇടപാടുകളില്ലാത്ത ഹലാലായ ജോലിയിൽ, ഹറാമായ സാഹചര്യങ്ങളിൽ ഫിത്നയില്ലാത്ത ജോലികളാണെങ്കിൽ ഒരു പെണ്ണിന് ജോലി ചെയ്യാൻ പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ പോകണമെന്ന് നിർബന്ധമില്ല. ഒരു ഭർത്താവിന് നീ ജോലിക്ക് പോകണം എന്ന് നിർബന്ധിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ അല്ലാഹു തആല പെണ്ണിന് നൽകിയ സൗകര്യങ്ങളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളാണെന്ന് പറഞ്ഞപ്പോ, നബിയേ ആ 8 കവാടങ്ങളിലൂടെ ആർക്കെങ്കിലും കടന്നു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞത്, സിദ്ദീഖേ അങ്ങനെ ആരെങ്കിലും പോകുമെങ്കിൽ അത് നിങ്ങളാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളങ്ങനെ 8 കവാടങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞത്. എന്നാൽ ആ സിദ്ദീഖ് തങ്ങൾ കടന്നു പോകുന്നത് പോലെ നമ്മുടെ സ്ത്രീകൾക്ക് 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കടന്നു പോകാമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന്മാർക്ക് ഈ ഓഫറുകളില്ല, പുരുഷന്മാർക്ക് ഈ പ്രത്യേകതകളില്ല. ഒരു പെണ്ണിന് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കടന്നു പോകാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അതിന് പ്രത്യേകമായി അധ്വാനിക്കാനൊന്നുമില്ല, അതിന് പ്രത്യേകമായി കഠിനാധ്വാനം ചെയ്യാനില്ല, അതിന് പ്രത്യേകമായി ഒരുപാട് ഇബാദത്തുകൾ എടുക്കാനില്ല. പിന്നെയോ 5 നേരം നിസ്കരിച്ചാൽ മതി, പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്താൽ മതി, ഔറത്ത് മറച്ചു നടന്നാൽ മതി, ഭർത്താവിനോട് എതിര് പ്രവർത്തിക്കാതെ
ഭർത്താവിനെ അനുസരിച്ചാൽ മതി. ഈ 4 കാര്യം ചെയ്താൽ 2 സ്വഭാവമാണ്, 2 ആരാധനയാണ്. 5 നേരത്തെ നിസ്കാരം, പരിശുദ്ധമായ റമദാനിലെ നോമ്പ്, ഔറത്ത് മറച്ചുകൊണ്ട് പുറത്തിറങ്ങുക, പിന്നെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക. ഈ 4 കാര്യം ചെയ്താൽ ഭാര്യമാർ അഥവാ സ്ത്രീകൾ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം പെണ്ണിന് ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ചെറുപ്പകാലത്തൊരു പിതാവ് വർഗവിവേചനമില്ലാതെ, വർണ്ണവിവേചനമില്ലാതെ, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ പെണ്ണിനെയും ആണിനെയും തുല്യമായ നീതിയോടെ വളർത്തുകയും പ്രായമെത്തുമ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ പെണ്ണ് കാരണത്താൽ പിതാവിന് അല്ലാഹു സ്വർഗം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതേ പെണ്ണ് കൗമാരക്കാരിയായി 18 വയസ്സായി വിവാഹപ്രായമായി കല്യാണം കഴിച്ചാൽ ആ പെണ്ണ് കാരണത്താൽ ഒരു ഭർത്താവിന് അല്ലാഹു സ്വർഗം നൽകുമെന്ന്, ഭർത്താവിന്റെ ദീൻ സംരക്ഷിക്കേണ്ടവളാണ് പെണ്ണ് എന്ന്, ഭർത്താവ് ഈ പെണ്ണ് കാരണം, ദീനിയായ ബോധമുള്ള പെണ്ണ് കാരണം ഭർത്താവ് വിജയിക്കുമെന്നും ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൗമാരക്കാരിയായ പെണ്ണിനെ നോക്കേണ്ടത് ഭർത്താവാണ്. ഇതേ ഒരു പെണ്ണ് വൃദ്ധയായാൽ, വയസ്സായാൽ, ആ പെണ്ണ് ഉമ്മ കാരണത്താൽ മക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന്, മക്കൾ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറിയാൽ ഈ വൃദ്ധരായ ഉമ്മമാര് കാരണത്താൽ മക്കൾ നാളെ സ്വർഗത്തിലെത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെണ്ണിനെവിടെയും അല്ലാഹു പ്രയാസങ്ങൾ നൽകിയിട്ടില്ല, പെണ്ണിനെവിടെയും അല്ലാഹു തആല പ്രാരാബ്ദങ്ങൾ നൽകിയിട്ടില്ല. പെണ്ണിന് പരിശുദ്ധമായി ഇസ്ലാം നൽകുന്നത് സർവ്വസ്വാതന്ത്ര്യമാണ്. ആ പെണ്ണിനോട് ഔറത്ത് മറക്കാൻ പറഞ്ഞത്, പൊതുമേഖലകളിലേക്ക് നിങ്ങൾ നിയന്ത്രണമില്ലാതെ ഇറങ്ങരുത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ശാരീരികമായ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ശാരീരികമായ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല നബി തങ്ങൾ പറയുന്നുണ്ട്, സ്ത്രീകൾ അലങ്കാരത്തോടെ അന്യപുരുഷന്മാർ കാണണമെന്നുള്ള ചിന്തയോടെ, അന്യപുരുഷന്മാരെന്നെ ശ്രദ്ധിക്കണമെന്നുള്ള ചിന്തയോടെ, എന്നെ ജനങ്ങൾ നോക്കണമെന്നുള്ള ചിന്തയോടെ ഒരു പെണ്ണ് അങ്ങാടിയിലേക്കോ പൊതുജന മധ്യത്തിലേക്കോ പുറത്തിറങ്ങിയാൽ ആ പെണ്ണ് വ്യഭിചാരികൾക്ക് സമാനമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കണം. അതേപോലെ അങ്ങാടികളിലേക്ക് പോകുന്നവർ, ടൗണുകളിലേക്ക് പോകുന്നവർ, മനസ്സിൽ ഇത്തരം ചിന്തകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ, നിങ്ങൾ മുഖം മിനുക്കുമ്പോൾ, നിങ്ങൾ കുളിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരി കുട്ടികളായി പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, എന്നെ 4 ആളുകൾ കാണട്ടെ, എൻ്റെ സൗന്ദര്യം 4 ആളുകൾ അറിയട്ടെ എന്ന ചിന്തയാണെങ്കിൽ നിശ്ചയം വ്യഭിചാരിണികളിലാണ് അല്ലാഹു നിങ്ങളെ എണ്ണിപ്പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഫഹിയ കദാ വകദാ, അവൾ വ്യഭിചാരിയാണ് എന്നാണ്. അഥവാ ജനങ്ങളെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്ന സ്വഭാവമാണത്, എന്നെ 4 ആളുകൾ കാണണമെന്നുള്ള ചിന്തയോടെ പുറത്തിറങ്ങുന്നത്. നേരെ മറിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തിറങ്ങുന്നതിനോട് ഇസ്ലാമിന് യാതൊരു വിയോജിപ്പുമില്ല. നല്ല ലക്ഷ്യത്തോടെ നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കാനാണെങ്കിലും എന്ത് ആവശ്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് പുറത്തിറങ്ങുന്നത്. മനസ്സിൽ ഈ പറഞ്ഞതുപോലെ ചിന്ത നിങ്ങൾക്കില്ല, നിങ്ങൾ നിങ്ങളുടെ ശരീരം മറച്ചിട്ട് പുറത്തിറങ്ങുന്നു. ഇസ്ലാം യാതൊരു നിരോധനവും ഏൽപ്പിച്ചിട്ടില്ല, ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല. പെണ്ണ് ഒരു സമുദായം നശിപ്പിച്ചു പോകാനുള്ള കാരണം സ്ത്രീകൾ വഴിപിഴച്ചു പോയി എന്നുള്ളതാണ്. ഒരു സമുദായത്തിലെ സ്ത്രീകൾ ലജ്ജയില്ലാത്തവരായി മാറിയാൽ, ലജ്ജയില്ല എന്ന് പറയുന്നത് ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങലാണ്. കണ്ട പുരുഷന്മാരോടൊക്കെ ചിരിച്ചുകൊണ്ട്, കൂൾ ബാറിൽ പോയാൽ കാമുകന്മാരാണ്, സ്കൂളിൽ പോയാലും കാമുകന്മാരാണ്, ബസ്സിൽ കയറിയാലും കാമുകന്മാരാണ്. അഥവാ പരിസര ബോധം പോലുമില്ലാതെ കണ്ടവരോടൊക്കെ സംസാരിച്ച്, കണ്ടവരോടൊക്കെ കമന്റുകൾ അടിച്ച്, ഔറത്ത് പോലും മറക്കാതെ, സൂക്ഷ്മതയില്ലാതെ, ഒച്ചപ്പാടുണ്ടാക്കി ചിരിച്ചുകൊണ്ട് ആടിപ്പാടി നടക്കുന്ന സംവിധാനം പരിശുദ്ധമായ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ,
അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അഥവാ ജനങ്ങൾ എന്നെ ശ്രദ്ധിക്കണമെന്നുള്ള ചിന്ത ഒരു പെണ്ണിന് പുറത്തിറങ്ങുമ്പോഴുണ്ടെങ്കിൽ അവൾ വ്യഭിചാരി പെണ്ണുങ്ങളിൽ പെട്ടുപോകും. എന്നെ 4 ആളുകൾ കാണണം, എൻ്റെ പിന്നാലെ വരണം, എൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഏതായാലും നമ്മൾ അപകടകാരികളായി പോകും. അതുകൊണ്ട് നല്ല ചിന്തയോടെ നമ്മുടെ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ച് ഔറത്ത് മറച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ വശീകരിക്കാതെ പുറത്തിറങ്ങുന്നതിനോട് ഇസ്ലാമിൽ യാതൊരു വിയോജനമില്ല എന്ന് സാന്ദർഭികമായി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്ത്രീകൾ എന്തു ചെയ്യാൻ പാടില്ല? ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. ولا يضربن بأرجلهن, സ്ത്രീകളോട് അല്ലാഹു പറയുന്നത് നിങ്ങൾ കാലിട്ടടിക്കാൻ പാടില്ല, നടക്കുന്ന സമയത്ത് വച്ച വെച്ച് നടക്കാൻ പാടില്ല. എന്തേ? ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن. അഥവാ നിങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ എക്സിബിഷൻ നടത്താൻ പാടില്ല, നിങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ പുറത്തിറങ്ങാൻ പാടില്ല. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ എല്ലാവരും വന്നുപോയ തെറ്റിന്റെ പേരിൽ, ചെയ്തുപോയ പാപങ്ങളുടെ പേരിൽ, അറിയാതെയോ അറിഞ്ഞിട്ടോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന്റെ പേരിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. കഴിഞ്ഞു പോയതിനെ കുറിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞുപോയ പാപങ്ങൾ, അള്ളാഹുവേ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഒരുപാട് വന്നുപോയല്ലോ റബ്ബേ, അള്ളാഹുവേ ഞാൻ അറിയാതെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയല്ലോ റബ്ബേ, അതുകൊണ്ട് റബ്ബേ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് അഫ്വൻ വ മഅദിറ, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന ചിന്തയോടെ തൗബ ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും എന്ന് മാത്രമല്ല, നിങ്ങളൊരു തെറ്റുപോലും ചെയ്യാത്തവരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമെന്നാണ്. അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബ ലഹ്. ഒരാൾ ഒരു തെറ്റു ചെയ്ത് തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അയാൾ തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എങ്ങനെയാണ് തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങേണ്ടത്? ശ്രദ്ധിക്കണം. കാക്ക തൗബ ആവാൻ പാടില്ല, കാക്കച്ചിയുടെ തൗബ ആവാൻ പാടില്ല. അഥവാ കുറേ ദുആ ചെയ്യും, അടച്ചോൻ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ് എന്നിങ്ങനെ ദുആ ചെയ്യും, മനസ്സിലുണ്ടാവും. ചാൻസ് കിട്ടിയാൽ ഇനിയും ചെയ്യും, മനസ്സിലായോ? ചാൻസ് കിട്ടിയാൽ ഇനിയും ചെയ്യണമെന്ന് മനസ്സിലുണ്ടാവും. പക്ഷെ ഈ ചെയ്തതിനോട് അള്ളാഹിനോട് തൗബ ചോദിച്ചിട്ട് അടുത്ത വേറെ ചോദിക്കാന്നുള്ള ചിന്തയാണ്. അത് തൗബയല്ല, അതിന് തൗബ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റൂല. തൗബ എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല എന്ന ചിന്ത ഉണ്ടാവണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രണയവും സ്നേഹവും ഒക്കെ ഉള്ളൊരു പെണ്ണാണെന്ന് വിചാരിച്ചു. അവൾക്ക് തൗബ ചെയ്ത് നന്നാവണമെന്നുള്ള പൂതിയുണ്ട്. അപ്പോൾ അവളെങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അവൾ എൻ്റെ മൊബൈലിലുള്ള എല്ലാ നമ്പറുകളും ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് അള്ളാഹുവേ ഞാനിതാ നിന്നിലേക്ക് മടങ്ങുകയാണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല. അത് തൗബയാണ്. ആ തൗബ അള്ളാഹു സ്വീകരിക്കും. ഇനി ആ പെണ്ണ് ഇങ്ങനെ നന്നായി 1 മാസം 2 മാസം 1 വർഷമൊക്കെ പിന്നെയും പെണ്ണറിയാതെ ഇങ്ങനെ പ്രണയത്തിലേക്ക് പോയി, അത് ഒരു മനുഷ്യനുണ്ടാവാൻ സാധ്യതയുള്ള തെറ്റാണത്. പിന്നെ വീണ്ടും അതേപോലെ നമ്പറുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് മനസ്സിൽ നിന്ന് പൂർണ്ണമായി എറിഞ്ഞ് ഇനി ഞാൻ തെറ്റിയില്ലെന്ന് ആവർത്തിച്ച് തൗബ ചെയ്ത് അള്ളാഹു തൗബ സ്വീകരിക്കും. മനുഷ്യൻ തെറ്റ് ചെയ്യും, തെറ്റ് ചെയ്യാതിരിക്കാൻ മനുഷ്യൻ മലക്കളൊന്നുമല്ല. ഇതൊരു പ്രണയത്തിൻ്റെ വിഷയമാണ്. ഇനി ഒരു പലിശ തിന്നുന്ന ആളുകളാണെങ്കിൽ അവർ തൗബ ചെയ്യേണ്ടത് പലിശയുടെ മുഴുവൻ ഇടപാടുകളും അവർ നിർത്തി ഇനി ഞാൻ ആവർത്തിക്കൂല റബ്ബേ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ തൗബ ചെയ്യും. അള്ളാഹു തൗബ സ്വീകരിക്കും. പിന്നെ എപ്പോഴെങ്കിലും എന്തോ ചിലപ്പോൾ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പലിശയുടെ ഇടപാട് തുടങ്ങിയേക്കാം. അപ്പോൾ വീണ്ടും ബോധോദയം ഉണ്ടാകുമ്പോൾ വീണ്ടും അയാൾ തൗബ ചെയ്യും. എല്ലാ ഇടപാടും നിർത്തി ഞാൻ ആവർത്തിക്കൂല. പെണ്ണ് വ്യഭിചാരം നടത്തുന്ന ആളുകൾ, അവർ ഖേദം വന്നു, അള്ളാഹു ഇനി ഞാൻ ജീവിതത്തിൽ വ്യഭിചരിക്കൂല. വ്യഭിചാരവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അവരൊഴിവാക്കി. പോൺ വീഡിയോകൾ കാണുന്നവർ,
മൊബൈൽ ഫോണുകളിൽ നിന്ന് അത്തരം സൈറ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കി. ഇൻ്റർനെറ്റ് പോലും ഞാൻ ഉപയോഗിക്കൂല. തിന്മയിലേക്ക് നയിക്കുന്ന ആപ്പുകൾ ഞാൻ ഉപയോഗിക്കില്ല. എല്ലാം ഡിലീറ്റ് ചെയ്ത് തൗബ ചെയ്ത അയാൾ മടങ്ങാണ്. ആ രാത്രിയോടുകൂടി അവരുടെ പാപം അള്ളാഹു പുറത്തു കൊടുക്കും. പിന്നെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നാലോ വീണ്ടും തൗബ ചെയ്യാം. അപ്പം തൗബ ചെയ്യുമ്പോൾ ഒരിക്കലും ഇനിയും ഞാൻ ആവർത്തിക്കും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തൗബയല്ല, അതിന് തൗബ എന്ന് പറയില്ല. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കൂല എന്ന ചിന്തയോടെ ആയിരിക്കണം നമ്മൾ തൗബ ചെയ്യേണ്ടത്. എങ്കിൽ ഒരാൾ തെറ്റു ചെയ്തിട്ട് തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അയാൾ തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്നാ പറഞ്ഞത്. അഥവാ അയാളിൽ തെറ്റുണ്ടാവൂല. വിഭജിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബേ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ. നബിയോടൊക്കെ പറയാനുള്ളത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് നമ്മൾ മടങ്ങണം. എന്നാൽ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ചിന്തയോടുകൂടി നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണം. കഴിവിൻ്റെ പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഒരിക്കൽ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് നിന്ന് പുറത്തു പോവുകയാണ്. മുഹ്മറൻ വജുഹു, നബി തങ്ങളുടെ മുഖമാകെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. മുഖമാകെ ചുവന്ന് തുടുത്ത് എന്തോ പേടിച്ചതുപോലെ. നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ് മിൻ ശർരിൻ ഖദ് ഇഖ്തറബ്. അറബികളിലേക്ക് നാശം അടുത്തിട്ടുണ്ട്, അറബികളിലേക്ക് നാശം അടുത്തിട്ടുണ്ട്. അറബികൾ ഇതാ നശിക്കാൻ പോവുകയാണ്, അറബികൾ നശിക്കാൻ പോവുകയാണ്. നബി തങ്ങൾ വേദനയോടെ സ്വഹാബാക്കളോട്, അറബികളോട് പറയാണ്, ഇതാ അറബികൾ നശിക്കാൻ പോവുകയാണ്. എന്തേ പ്രശ്നമെന്നറിയോ? യജൂജിൻ്റെയും മജൂജിൻ്റെയും ബന്ധിയാക്കിയ, അവരെ തടഞ്ഞു വെച്ച വൻമതിൽ തുരങ്കമുണ്ടായിരിക്കുകയാണ്. യജൂജും മഅജൂജും വരാതിരിക്കാൻ അലക്സാണ്ടർ ദുൽഖർനൈൻ വലിയ ഒരു വൻമതിൽ നിർമ്മിക്കുകയുണ്ടായി. സൂറത്തുൽ കഹ്ഫിൽ ആ രംഗം പറയുന്നുണ്ട്. ഇരുമ്പിൻ്റെ കട്ടകൾ, അതിനിടയിൽ ഈയം ഒഴിച്ചുകൊണ്ട് ഇരുമ്പിൻ്റെ കട്ടകൾ ഇങ്ങനെ അട്ടിയായി വെച്ച് അതിനിടയിൽ ഈയം ഉരുക്കി ഒഴിച്ചുകൊണ്ട് ആ ഇരുമ്പിൻ്റെ കട്ടകളിലേക്ക് തീ കൊടുത്തുകൊണ്ട് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ബലിഷ്ഠമായ വൻമതിലാണ് മഹാനായ ദുൽഖർനൈൻ രാജാവ് യജൂജ് മഅജൂജ് നാട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി സംരക്ഷണമെന്ന രീതിയിൽ നിർമ്മിച്ചത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്ര പോന്ന ദ്വാരം ഇതാ കൈകൊണ്ടിങ്ങനെ ഒരു വട്ടം നബി തങ്ങൾ കാണിച്ചു കൊടുത്തു. ഈ ദ്വാരം യജൂജ് മഅജൂജിന്റെ വൻമതിലിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോ? 1400 വർഷങ്ങൾക്ക് മുമ്പ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് യജൂജ് മഅജൂജിന്റെ വൻമതിലിൽ ഇത്ര പോന്നൊരു ദ്വാരം ഉണ്ടായിട്ടുണ്ട്. ആ ദ്വാരം ഇതാ വലുതായി അറബികളിലേക്ക് യജൂജ് മഅജൂജ് ഇരച്ചിറങ്ങാൻ സമയമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് വർഷം 1400 കഴിഞ്ഞു. ഇന്ന് ആ ദ്വാരം എത്രത്തോളമായിട്ടുണ്ട്, ഖിയാമത്ത് നാൾ എത്രത്തോളം അടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ദിവസവും ആയുധങ്ങളുമായി ഈ വൻമതിലിനെ തകർക്കാൻ വേണ്ടി യജൂജും മഅജൂജും കടന്നു വരുമെന്നാണ്. രണ്ടുപേരല്ല, അവർ വലിയ സംഘങ്ങളാണ്. എന്നിട്ട് ഒരുപാട് നേരം അധ്വാനിച്ച് അവർ തിരിച്ചു പോകും. ഇന്ന് വേണ്ട, നാളെ മതി, അവർ ക്ഷീണിച്ച് തിരിച്ചു പോകും. നാളെ വരുമ്പോൾ വീണ്ടും അത് പഴയതുപോലെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ടാകും. അങ്ങനെ ചെയ്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലത്താണ് ഈ ദ്വാരമുണ്ടായതെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ന് എത്രത്തോളം ആ ദ്വാരം വലുതായിട്ടുണ്ട്. അഥവാ യജൂജ് കടന്നു വരാൻ സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. യജൂജിൻ്റെയും മഅജൂജിൻ്റെയും ആഗമനം വളരെ വിദൂരത്തല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് സ്ത്രീകളിൽ നിന്ന് ലജ്ജയെ അള്ളാഹു ഉയർത്തിക്കളയുന്നത്. അപ്പോഴാണ് മനുഷ്യരിൽ നിന്ന് കാരുണ്യത്തെ അള്ളാഹു ഉയർത്തിക്കളയുന്നത്.
അപ്പോഴാണ് ഭൂമിയിൽ നിന്ന് ബറക്കത്തിനെ അള്ളാഹു ഉയർത്തിക്കളയുന്നത്. അപ്പോഴാണ് ഇൽമിനെ അള്ളാഹു ഉയർത്തിക്കളയുന്നത്. മനസ്സിലാക്കണം, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകൾക്ക് ലജ്ജയുണ്ടാവൂല, സ്ത്രീകൾക്ക് നാണമുണ്ടാവൂല, ഭൂമിയിൽ മനുഷ്യർക്ക് കാരുണ്യമുണ്ടാവൂല, കാരുണ്യം മനുഷ്യർക്കുണ്ടാവൂല. കരുണ എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ കണ്ണിൽ ചോരയില്ലാത്ത മൃഗങ്ങളെക്കാളും അധപതിച്ച നീചന്മാരായി മനുഷ്യന്മാർ മാറും. അതേപോലെ അള്ളാഹു ഭൂമിയുടെ ബറക്കത്തിനെ അള്ളാഹു ഉയർത്തിക്കളയും. കയ്യിലെത്ര ക്യാഷ് ഉണ്ടെങ്കിലും തികയാത്ത രീതിയിൽ വിലക്കയറ്റം കൊണ്ടും സാമ്പത്തികമായ മാന്യം കൊണ്ടും ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. സാമ്പത്തിക മാന്യം നമ്മൾ കണ്ടു, വിലക്കയറ്റം നമ്മൾ കണ്ടു, കാരുണ്യമില്ലാത്ത മനുഷ്യരെ നമ്മൾ കണ്ടു, ലജ്ജയില്ലാത്ത പെണ്ണുങ്ങളെയും നമ്മൾ കണ്ടു. ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? അപ്പം മുഖം ചുവന്ന് തുടുത്തുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളോട് നബി തങ്ങൾ പറയുകയാണ്, വൈലുൽ ലിൽ അറബി, നിങ്ങൾ ഇതാ നശിക്കാൻ പോവുകയാണ്. യജൂജ് മഅജൂജിന്റെ വൻമതിൽ വലിയൊരു ദ്വാരമുണ്ടായിട്ടുണ്ട്. അത് തകർക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് നാശമാണ്. അപ്പോഴാണ് മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അനഹ്ലികു വഫീന സ്വാലിഹൂൻ, നബിയേ, ഞങ്ങളിൽ സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ, എത്രയോ നല്ലവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരിക്കെ ഞങ്ങൾ നശിച്ചു പോകുമോ എന്ന് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ മുറിയിലുള്ളത് കൊണ്ട് മുറിയിലേക്ക് സുനാമി വരാതിരിക്കില്ല. പിന്നെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു വിഷയമാണ്, റൂമിൽ 4 ആളുകളുണ്ട്. അപ്പോൾ 2 ആളുകൾ സ്ഥിരമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിസ്കരിച്ചൂടെ? അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്, എന്തായാലും ഞങ്ങളുടെ റൂമിലേക്ക് സുനാമി വരൂല, കാരണം അവർ 2 പേരും തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടല്ലോ. മനസ്സിലായോ? അപ്പം അവർക്കുള്ള മറുപടിയാണിത്. അനഹ്ലികു വഫീന സ്വാലിഹൂൻ, സാലിഹീങ്ങളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ ഞങ്ങൾ നശിച്ചു പോകുമോ നബിയെ? അള്ളാഹു ഞങ്ങളെ നശിപ്പിക്കുമോ നബിയെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, നഅം ഇദാ കസുറൽ ഖബസു, വ്യഭിചാരം വർദ്ധിക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു നോക്കൂല. വ്യഭിചാരം വർദ്ധിച്ചാൽ സ്വാലിഹീങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു നോക്കൂല. വ്യഭിചാരം വർദ്ധിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഒരു സമുദായം നശിച്ചു പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്ന ഒരു തെമ്മാടിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൗണ്ട് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്ന തെമ്മാടിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലിയ സൂഫി വര്യനാ, ദുആയിനൊക്കെ നല്ല ഇജാബത്തുള്ളൊരു പണ്ഡിതനായിരുന്നു, വലിയൊരു സൂഫി വര്യനായിരുന്നു. ദുആയിനൊക്കെ ഉത്തരം കിട്ടും, എന്ത് ചോദിച്ചാലും ദുആയിന് ഉത്തരം. മുസ്തജാബ് ദുആ ആണ്, ദുആയിന് ഉത്തരമുണ്ടായിരുന്നു. മതി ഞാൻ പിന്നെ പറയാം. ദുആയിന് ഉത്തരമുള്ള ഒരാളായിരുന്നു. ഞാൻ ഇത്ര പെട്ടെന്ന് സൗണ്ട് റീക്കവർ ആവുന്നേ വിചാരിച്ചിട്ടില്ല. മിനിഞ്ഞാന്ന് എനിക്ക് സംസാരിക്കാൻ വായ തുറന്നാൽ സംസാരം പോലും വരില്ലായിരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്ന എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്ന ഒരു പണ്ഡിതൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ വേണ്ടി ഫലസ്തീനിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഫലസ്തീനിലുള്ള ആളുകൾ ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്ന പണ്ഡിതനെ സമീപിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ദുആ ചെയ്യണം. അയാളൊരു ആലിമാണ്, ഒരു പണ്ഡിതനാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു ഉസ്താദിനോട് പോയിട്ട് നബി തങ്ങൾക്കെതിരെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദുആ ചെയ്യോ? കാരണം അങ്ങനൊരു പക്വത എങ്കിലും ഉണ്ടാവൂലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യൂല കേട്ടോ, മൂസാ നബിക്കെതിരെ ദുആ ചെയ്യാനോ ഒരു പ്രവാചകനെതിരെ ദുആ ചെയ്യാനോ ഞാൻ ചെയ്യൂല.
ഇവർ പിന്നാലെ കൂടി വിടാതെ പിന്തുടർന്നു. അല്ലല്ല, നിങ്ങൾ എന്തായാലും ദുആ ചെയ്യണം. വിടാതെ ഒരുപാട് പ്രലോഭനങ്ങൾ, സാമ്പത്തികമായ സഹായങ്ങൾ, എന്തു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ദുആ ചെയ്യാൻ ബൽഅം ഇബ്നു ബഅൂറയിനോട് ഫലസ്തീനിലുള്ള ആളുകൾ പറഞ്ഞു. അദ്ദേഹം ആദ്യമൊക്കെ മാറി നിന്നു, പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവർ വിടാതെ പിന്തുടർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാൻ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും, സ്വപ്നം കാണും. അപ്പം അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും ദുആ ചെയ്യാൻ പറ്റുമോ എന്ന്. അള്ളാഹു പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ദുആ ചെയ്യാം, അള്ളാഹു പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ ദുആ ചെയ്യൂല. ആയിക്കോട്ടെ. അങ്ങനെ 1-ാം ദിവസം വീട്ടിലെത്തി, രാത്രി കിടന്നുറങ്ങി, അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹുവിനോട് ചോദിച്ചു, ഞാൻ ദുആ ചെയ്യട്ടെ? അള്ളാഹു പറഞ്ഞു വേണ്ട എന്ന്. പിറ്റേ ദിവസവും വന്നു ഈ ഫലസ്തീനുകാർ. വീണ്ടും അവർ പറഞ്ഞു, നിങ്ങൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്ക്. ആ ദിവസവും കിടന്നുറങ്ങി, സ്വപ്നം കണ്ടു, അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞു. 3-ാം ദിവസവും അവർ വന്നു, പരിശ്രമിക്കാൻ പറഞ്ഞു. അന്നും സ്വപ്നം കണ്ടു, വേണ്ട എന്ന്. 4-ാമത്തെ ദിവസവും അവർ വന്നു, നിങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പാടില്ല, നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്, ഇന്ന് രാത്രി കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അന്ന് രാത്രി സ്വപ്നം കണ്ടില്ല. 5-ാം ദിവസവും അവർ വന്നു, ഇന്നലെ രാത്രി എന്തായി എന്ന് ചോദിച്ചു. അപ്പോഴാണ് ബൽഅം പറഞ്ഞത്, ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടതേയില്ല. അപ്പോൾ അവർ പറഞ്ഞു, മൗനം സമ്മതമാണല്ലോ, ശ്രദ്ധിക്കണം, മൗനം സമ്മതമാണല്ലോ, അല്ലാഹു ദുആ ചെയ്യാനുള്ള പെർമിഷൻ തന്നതാണ്, നിങ്ങൾ ദുആ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇരുകരങ്ങളും ഉയർത്തി മൂസാ നബിക്കെതിരെ ഒരു ആലിം, ഒരു ആബിദ് ദുആ ചെയ്യാൻ പോവുകയാണ്, ഒരു പണ്ഡിതൻ ദുആ ചെയ്യാൻ പോവുകയാണ്. എന്താണ് ദുആ? അല്ലാഹുവേ, യുദ്ധം ചെയ്യാൻ വരുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ പട്ടാളത്തെ നീ പരാജയപ്പെടുത്തണേ എന്നാണ് ദുആ. പക്ഷേ ഇതൊരു പ്രവാചകനെതിരെയുള്ള ദുആയാണല്ലോ, അള്ളാഹുവിനോടുള്ള കളിയാണല്ലോ ഇത്. അള്ളാഹു നാവിനെ നേരെ തിരിച്ചു വെക്കുകയാണ്. നാവ് വഴങ്ങുന്നില്ല, നാവ് വഴങ്ങുന്നില്ല. മൂസാ നബിക്കെതിരെ ചെയ്ത ദുആ നേരെ ഫലസ്തീനിലെ പട്ടാളക്കെതിരെ തിരിഞ്ഞു. അള്ളാഹുവെ, മൂസാ നബിയെയും പട്ടാളക്കാരെയും നശിപ്പിക്കണേ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവെ, ഞങ്ങളെ നീ നശിപ്പിക്കണേ എന്ന് ദുആ ചെയ്തു. അവർ പറഞ്ഞു, നിർത്ത്, നിങ്ങൾ ഞങ്ങൾക്കെതിരെയാണ് ദുആ ചെയ്യുന്നത്, മൂസാ നബിക്കെതിരെയല്ല. വീണ്ടും ദുആ ചെയ്തു. അപ്പോഴും ദുആ വന്നത് ഈ ഫലസ്തീനി പട്ടാളക്കാരെ പരാജയപ്പെടുത്തണമെന്നാണ്. 3-ാമതും ദുആ ചെയ്തപ്പോൾ അത് വന്നപ്പോഴാണ് ബൽഅം പറഞ്ഞത്, ഞാൻ ദുആ ചെയ്യുന്നത് മൂസാ നബിക്കെതിരെയാണെങ്കിലും എൻ്റെ നാവ് വഴങ്ങുന്നില്ല, എൻ്റെ നാവിലൂടെ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ഫലസ്തീനിലുള്ള പട്ടാളക്കാർ പഠിച്ചു, ദുആക്ക് ഉത്തരമുള്ള ഒരാളാണ്, എന്തായാലും ഇനി ഞങ്ങൾ പരാജയപ്പെടും, എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് ബൽഅം ഇബ്നു ബഅൂറന് തൗബ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ തൗബ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. തെറ്റുപറ്റി, അല്ലാഹുവേ, ഇനി ഞാനിത് ആവർത്തിക്കൂല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അവിടെ ബൽഅം ഇബ്നു ബഅൂറ ഫലസ്തീനിലെ പട്ടാളക്കാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞു തരാം, മൂസാ നബിയുടെ പട്ടാളക്കാരെ നശിപ്പിക്കാനുള്ളൊരു ഐഡിയ. മൂസാ നബിയുടെ പട്ടാളക്കാരങ്ങ് മിസ്റിൽ നിന്ന് വരുമ്പോൾ ഈ ഫലസ്തീനിലേക്ക് അവരെത്തുമ്പോൾ അവർ ക്ഷീണിതരായി മാറും. ഭാര്യമാരെ കാണാതെയാണ് അവർ വരുന്നത്. മാസങ്ങളോളം യാത്ര ചെയ്ത് ഭാര്യമാരിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അവർക്ക് ലൈംഗികമായ താല്പര്യമുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നല്ല അർദ്ധനഗ്നരായ ഫലസ്തീനി സുന്ദരി കുട്ടികളെ വെയിറ്റർമാരായി നിങ്ങൾ നിർത്തണം. ഫലസ്തീനിലെ സുന്ദരികളായ പെൺകുട്ടികളെ നിങ്ങൾ റെഡിയാക്കണം. എയർ ഹോസ്റ്റസ് ഒക്കെ പോലെ നല്ല വസ്ത്രം ധരിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവരുടെ ടെന്റുകളിൽ പട്ടാളക്കാർക്ക് സേവനം ചെയ്യാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ. ഇനി ഏതെങ്കിലും ഒരു ടെന്റിലെ പട്ടാളക്കാരന് ശാരീരികമായി കിടപ്പറ പങ്കിടണമെന്ന് തോന്നിയാൽ ചെറുത്തു നിൽക്കാനും പാടില്ല, സപ്പോർട്ട് ചെയ്യണം പെണ്ണ്. ആ രീതിയിൽ നല്ല വ്യഭിചാരി പെണ്ണുങ്ങളെ ഒരുക്കി നിർത്തണമെന്ന് ബൽഅം ഇബ്നു ബഅൂറ പറഞ്ഞു. ഭാര്യമാരെ കാണാതെ ഈ പട്ടാളക്കാര് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അള്ളാഹുവിന്റെ ശിക്ഷ ആ സമുദായത്തിലേക്ക് ഇറങ്ങും. വേറൊരു വഴിയുമില്ല. ഒരു സമുദായത്തെ അള്ളാഹു നശിപ്പിക്കാൻ ഈ വ്യഭിചാരത്തോളം പോകുന്ന വേറെ ഒരു തെറ്റും വേണ്ട എന്നാണ് ബൽഅം പറഞ്ഞത്. അത് മൂസാ നബിയുടെ പട്ടാളക്കാരായാലും ശരി, മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായാലും ശരി, അള്ളാഹുവിന്റെ ശിക്ഷ വരണം, അള്ളാഹുവിന്റെ മുസീബത്ത്, അള്ളാഹുവിന്റെ പരീക്ഷണം വ്യഭിചാരം വർദ്ധിച്ചാൽ വരുമെന്നതിൽ സംശയമേ ഇല്ല. അങ്ങനെ പട്ടാളക്കാർ വന്നു. ഈ വെയിറ്റർമാരായ ഈ സ്ത്രീകൾ, സുന്ദരി കുട്ടികൾ അർദ്ധനഗ്നരായി ഓരോ ടെന്റുകളിൽ സേവനം ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും അവരുടെ വികാരം വർദ്ധിച്ചു വന്നു. എന്നിട്ട് അവരിൽ ഭൂരിഭാഗവും വ്യഭിചാരികളായി മാറി. അപ്പോഴേക്കും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. ഏകദേശം 70,000-ഓളം പട്ടാളക്കാർ രോഗം വന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നബി തങ്ങൾ പറയുന്നത്, സ്വാലിഹീങ്ങൾ എത്ര ഉണ്ടായാലും ശരി, വ്യഭിചാരം വർദ്ധിച്ചാൽ, തോന്നിവാസം വർദ്ധിച്ചാൽ, അരുതായ്മകൾ വർദ്ധിച്ചാൽ, പെണ്ണ് ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ, അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന ഒരു സംവിധാനം, ഒരു ചിന്ത നമ്മുടെ പെൺകുട്ടികളിൽ ഉണ്ടായാൽ അത് അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത വലദു സിന്യ, വ്യഭിചാരത്തിന്റെ മക്കൾ ഒരു കാരണവശാലും നാളെ സ്വർഗത്തിൽ കിടക്കൂല. വലാ മന്നാനുൻ, ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണും ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ആണും പുരുഷനും നാളെ ഒരു കാരണവശാലും സ്വർഗത്തിൽ കിടക്കൂല. വലാഖുൻ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരും നാളെ സ്വർഗത്തിൽ കിടക്കൂല. വലാ മുദ്മിനു ഖംറിൻ, കള്ള് കുടിക്കുന്നവരും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. സ്വർഗത്തിൽ കിടക്കൂല എന്ന് ഉറപ്പുള്ള 4 വിഭാഗം ഇവരാണ്. എന്തായാലും അവർ കിടക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് കിടക്കൂല എന്ന് പറഞ്ഞാൽ കിടക്കൂല എന്ന് തന്നെ. ലാ യദ്ഖുലുൽ ജന്നത വലദു സിന്യ, വ്യഭിചാരത്തിന്റെ മക്കൾ. നിങ്ങൾക്കറിയുമോ, 3.5 ലക്ഷത്തോളം കൗമാരക്കാരികൾ, വിവാഹം കഴിക്കാത്ത 3.5 ലക്ഷത്തോളം വിദ്യാർത്ഥിനികൾ ഗർഭിണികളാകുന്നുണ്ട് എന്നാണ്. 3.5 ലക്ഷത്തോളം വിദ്യാർത്ഥിനികൾ ഗർഭിണികളാകുന്നത് അമേരിക്കയിലെ കണക്കാണ്. പക്ഷേ നമ്മുടെ നാട്ടിലും തത്തുല്യമായി കൗമാരക്കാർ ഗർഭിണികളാകുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ അബോഷനെ കുറിച്ച് അത് പറയണം. അബോഷൻ, ഗർഭം അലസിപ്പിക്കുക, ഗർഭം കളയുക, ഗർഭഛിദ്രം നടത്തുക. അപ്പം ഞാൻ ചോദിച്ചു, അതാരാണ്? കല്യാണം കഴിഞ്ഞവരാണോ കഴിയാത്തവരാണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കല്യാണം കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്. കല്യാണം കഴിയാത്തവർ ഗർഭം അലസിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? കല്യാണം കഴിഞ്ഞവർക്കല്ലേ ഗർഭം ഉണ്ടാവുക. നിങ്ങളെന്തായാലും കല്യാണം കഴിക്കാത്ത പോലെ. നിങ്ങളാരും കല്യാണം കഴിച്ചിട്ടില്ലേ? കല്യാണം കഴിയാത്തവർക്ക് എങ്ങനെ ഇത് മറിയം ബീവി എന്നല്ലല്ലോ അങ്ങനെ ഗർഭം ഉണ്ടാവാൻ. മനസ്സിലായിട്ടില്ല? മറിയം ബീവി എന്നല്ലല്ലോ. അപ്പൊ കല്യാണം കഴിയാത്ത പെൺകുട്ടികളൊക്കെ സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ ഗർഭിണികളാകുന്നുണ്ടെന്ന്. എല്ലാവരും അല്ല, നല്ലൊരു ശതമാനം അങ്ങനെ സംഭവിക്കുന്നുണ്ട്. മാതാപിതാക്കൾ അറിയുന്നില്ലത്. മാതാപിതാക്കൾ അതറിയുന്നില്ല, അവർ ഗർഭിണികളാകുന്നത്. എങ്ങനെയാണ് അറിയുന്നത്? ഛർദി തുടങ്ങുമ്പോൾ, മെൻസ്ട്രേഷൻ നിൽക്കുമ്പോഴാണ് അവർക്കറിയുന്നത്. ശാരീരികമായി ബന്ധപ്പെട്ടൊരു പെണ്ണിനറിയാമല്ലോ മെൻസ്ട്രേഷൻ നിന്ന് പോയാൽ ഗർഭിണിയായി എന്ന കഥ. പിന്നെ ഗുളികകൾ കഴിച്ചുകൊണ്ട് അവർ ഗർഭഛിദ്രം നടത്തുന്നു. വീട്ടിലുള്ള ഉമ്മയ്ക്കറിയുന്നില്ല, വീട്ടിലുള്ള പിതാവിനറിയുന്നില്ല. ഗർഭിണികളായി 6 മാസമായിട്ട് വരെ വീട്ടിലുള്ള മാതാപിതാക്കൾക്കറിയാത്ത സംഭവം എനിക്കറിയാം. എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത് എനിക്കറിയാം. കാസർഗോഡ് ജില്ലയിൽ ഗർഭിണിയായിട്ട് മാസം 6 ആയിട്ടുണ്ട്. എന്നിട്ട് വീട്ടിലെ മാതാപിതാക്കൾക്ക് അറിഞ്ഞില്ല. അത്ഭുതമല്ലേ ഇത്? അത്ഭുതമല്ലേ സംഭവം? എന്നിട്ട് എവിടുന്ന ഗർഭിണി ആയതറിയോ? അയൽവാസിയിൽ നിന്ന്, സ്വന്തം അയൽവാസിയിൽ നിന്ന്. പെണ്ണിനെ കുറിച്ച് ആരും അങ്ങനെ വിചാരിച്ചിട്ടില്ല, പെണ്ണിങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. പെണ്ണൊരു പാവാണ്, സാധുവാണ്. അതൊരു പ്രശ്നമാണ്. ഈ സാധു ആവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പ്രതികരണ ശേഷി പെണ്ണിന് വേണം. ആരെങ്കിലും വന്നിട്ട് കമൻ്റ് അടിക്കുമ്പോൾ പോടാന്ന് പറയാനുള്ള പ്രതികരണ ശേഷി വേണം. ആരെങ്കിലും വന്ന് തോണ്ടുമ്പോഴേക്കും കണ്ണുരുട്ടി പേടിപ്പിക്കാനുള്ള പ്രതികരണ ശേഷി വേണം. ആരെന്ത് ചെയ്താലും ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക.
6 മാസമായിട്ടൊരു വീട്ടിൽ പ്രസവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു, പ്രസവിച്ചു എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ആ സമയത്ത് അറിഞ്ഞു തോന്നുന്നുണ്ട്. സംഭവം ഉള്ളതാണ് കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരം കൗമാരക്കാരായ ആളുകൾ അവിഹിത ഗർഭം ചുമക്കുന്ന കാലമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. കല്യാണം കഴിഞ്ഞവർ വേറെ, പ്രസവം നിർത്തിയവർ വേറെ, പ്രസവം നിർത്തിയവർ വേറെ. എത്രയോ ആളുകൾ സ്വന്തം മക്കളെയല്ലാതെ ആരാൻ്റെ മക്കളെ പോറ്റി വളർത്തുന്നുണ്ട്. ഇതവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഈ വളർത്തുന്ന പിതാവിനറിയില്ല ഇത് എൻ്റെ മകനല്ല എന്ന്, ഇത് ആരാൻ്റെ മക്കളാണെന്ന് അറിയില്ല. ഹറാമായ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ മകനാണ് ഭർത്താവ് വിചാരിക്കുന്നത് ഇതെൻ്റെ കുഞ്ഞാണ് എന്നാണ്. അപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, നബിയേ, ഖുർആൻ അവരിലുണ്ടായിരിക്കെ അവർ ഇത്രത്തോളം വ്യഭിചാരത്തിൻ്റെ അടിമകളാകുമോ എന്ന്. നബി തങ്ങൾ പറഞ്ഞു, അതെ, ഖുർആൻ അവരിലുണ്ടായിരിക്കെ അവർ വ്യഭിചാരത്തിൻ്റെ അടിമകളാകും. കാരണം ഖുർആൻ ഷെൽഫിലാണുള്ളത്, ഹൃദയത്തിലേക്ക് ഖുർആൻ കയറ്റിയിട്ടില്ല. ഖുർആൻ ഉള്ളത് മൊബൈൽ ഫോണുകളിലാണ്, ഇവിടേക്ക് ഖുർആൻ കയറിയിട്ടില്ല. അതുകൊണ്ട് അവർ വ്യഭിചാരികളാകും, സംശയമില്ല. 3 ലക്ഷം കൗമാരക്കാരികളിൽ 3 ലക്ഷവും അബോർഷൻ നടത്തുന്നുണ്ട്. 50,000 കേസുകൾ മാത്രമാണ് പുറം ലോകം അറിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യഭിചാരത്തിന്റെ മക്കൾ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ വ്യഭിചാരികളായ പെണ്ണും ആണും ഒരു നിലക്കും പ്രവേശിക്കൂല എന്നാണ്. വലാ മന്നാനുൻ, തൗബ ചെയ്ത് നന്നായാൽ മാപ്പുണ്ട് കേട്ടോ, തൗബ ചെയ്ത് നന്നായാൽ മാപ്പുണ്ട്. ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് നന്നായാൽ അള്ളാഹു മാപ്പ് നൽകും. നിരാശ വേണ്ട, ആർക്കും നിരാശ വേണ്ട. വലാ മന്നാനുൻ, ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ആളുകൾക്കും അള്ളാഹു നാളെ സ്വർഗം നൽകൂല എന്നാണ്. വലാ ആഖുൻ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരും നാളെ സ്വർഗത്തിൽ കിടക്കൂല. വലാ മുദ്മിനു ഖംറിൻ, കള്ളിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അടിമകളായവർ അവരും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരാൾക്കൊരു സഹായം ചെയ്താൽ ആ സഹായം നമ്മൾ എടുത്തു പറയാൻ പാടില്ല. എന്ത് സഹായമാവട്ടെ, മറ്റൊരാളെ സഹായിച്ചാൽ ആ സഹായം എടുത്തു പറയാൻ പാടില്ല. അതേപോലെ മാതാപിതാക്കളോടോ കുടുംബക്കാരോടോ മോശമായി പെരുമാറാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടായാൽ അള്ളാഹു നാളെ സ്വർഗം നൽകൂല എന്നാണ്. നമ്മുടെ അമലുകൾ ബാത്തിലായി പോകുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം, നിങ്ങൾ 6 കാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. 6 കാര്യം ചെയ്യുമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിലൊന്ന്, സംസാരിക്കുമ്പോൾ നുണ പറയാൻ പാടില്ല. ജീവിതത്തിൽ നുണ പറയൂല എന്ന ഉറപ്പ് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. ജീവിതത്തിൽ നുണ പറയാൻ പാടില്ല. പിന്നെയോ, വാക്ക് നൽകിയാൽ വാക്ക് ലംഘിക്കാൻ പാടില്ല. പിന്നെയോ, ഒരാളെ വിശ്വസിച്ചാൽ വിശ്വാസ വഞ്ചന നടത്താനും പാടില്ല. 4-മത്തേത്, കണ്ണുകൾ ഹറാമിലേക്ക് പോകാൻ പാടില്ല. 5-മത്തേത്, ഗുഹ്യാവയവങ്ങളിൽ ഹറാമ് ചെയ്യാൻ പാടില്ല. 6-മത്തേത്, കൈകളിലൂടെ ഹറാമ് ചെയ്യാൻ പാടില്ല. ഈ 6 കാര്യം നിങ്ങൾ ചെയ്യൂല എന്ന ഉറപ്പ് തന്നാൽ സ്വർഗത്തിന്റെ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് മുറിച്ചു തരാം. വേണോ? സ്വർഗത്തിന്റെ ടിക്കറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ബുക്ക് അതൊക്കെ വേണം അല്ലേ? അടിപൊളി. ഞാൻ തന്നെ തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ടിക്കറ്റ് ഞാൻ തരാം, പ്രശ്നമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? 6 കാര്യം. ജീവിതത്തിൽ നുണ പറയൂല എന്നുറപ്പിക്കണം. ജീവിതത്തിൽ നുണ പറയാൻ പാടില്ല. കളവ് പാറയല്ല എന്നും ചൊന്നാരെ, കള്ളൻ്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. കള്ളന് മുസ്ലിം ആവാൻ കാരണം എന്താണ്? കളവ് പറഞ്ഞില്ല എന്നുള്ളതാണ് അല്ലേ? കളവ് പറയാതിരിക്കുമ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനും കാരണമാകും. ഉമ്മ കളവ് പറയരുത് എന്ന് പഠിപ്പിച്ചതാണ്.
ഞാൻ നിങ്ങളോട് എൻ്റെ കുപ്പായത്തിൽ പൊന്നുള്ളത് പറയാതിരിക്കാൻ കാരണം എൻ്റെ ഉമ്മ പറഞ്ഞു ജീവിതത്തിൽ നുണ പറയരുത്. അപ്പൊ എവിടെ നിന്നാണ് ഈ സന്ദേശം കിട്ടേണ്ടത്? ഉമ്മയിൽ നിന്നാണ്. ഉമ്മ തന്നെ നുണ പറയാൻ പഠിപ്പിച്ചാൽ മക്കൾ പിന്നെ നന്നാവൂല. ഉമ്മ പഠിപ്പിക്കണം നുണ പറയരുത്. ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കിട്ടണം. പക്ഷെ ഇന്ന് കളവ് പറയാൻ പഠിക്കുന്നത് ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നാണ്. നിങ്ങൾക്ക് അല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കളവ് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കളവ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ. ഒന്നാമത്തേത്, കളവ് പറയാൻ പാടില്ല ഒരിക്കലും. സത്യം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ഇദാ ഹദ്ദസ അഹദുകും ഫലാ യക്ദിബ് ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുറാ. സത്യം മാത്രമേ പറയാവൂ. തല തെറിച്ചാൽ വരെ നിങ്ങൾ നുണ പറയരുത്. വഇദാ വഅദ, നിങ്ങളൊരു വാക്ക് നൽകിയാൽ വാക്കിന് വില വേണം. ലംഘനം നടത്താൻ പാടില്ല. കരാറ് നൽകിയാൽ കരാറ് ലംഘിക്കാൻ പാടില്ല. ഇന്ന ദിവസം നിങ്ങളുടെ കടം തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ കൊടുക്കണം. കഴിയില്ലെങ്കിൽ നിങ്ങൾ ദിവസം പറയരുത്. ഫെബ്രുവരി 1-ാം തീയതി നിങ്ങളുടെ കടം തരാമെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 1-ന് തന്നെ തിരിച്ചു കൊടുക്കണം. അത് കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയരുത്. മൂന്നാമത്തേത്, വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല. ബക്കറ്റ് ഉണ്ടല്ലേ, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടി 500 രൂപ തന്നിട്ടുണ്ട്. എനിക്കാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കാണെന്ന് പറഞ്ഞു. ഏതായാലും എനിക്കും കൂലിട്ടിട്ട് അവനും കൂലിട്ടിട്ട് അല്ലാഹു ബക്കറ്റിൽ നല്ല. അപ്പോൾ എൻ്റെതല്ലാത്തതുകൊണ്ടാണ് ഞാൻ പരസ്യമായിട്ടിട്ടത്. എൻ്റെത് ഞാൻ നിങ്ങൾക്ക് ആരും കാണാതെ തന്നെ. അപ്പോൾ 100 രൂപ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ വളരെ രഹസ്യമായിട്ട് ഈ സംഖ്യ ഇടണേ. ഇത് അർഷിൻ്റെ തണൽ കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണ് ഈ ബക്കറ്റ് എന്ന് പറയുന്നത്. വലത് കൈ കൊടുത്താൽ ആ കവർ കൊടുത്തിട്ടുണ്ട്. ആ കവറും ഇട്ടോളൂ. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും നല്ല നിങ്ങൾക്ക് ഇഷ്ടം, നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിന് നല്ല കടം കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ഇരട്ടി തരും. ചെറിയ ഇഷ്ടമില്ലാത്ത കടം കൊടുത്ത ഇരട്ടി കിട്ടും. നല്ല കടം കൊടുത്ത ഇരട്ടി അള്ളാഹു തരും. അതോടൊപ്പം നിങ്ങളുടെ ശാരീരികമായ അസുഖങ്ങൾ അള്ളാഹു മാറ്റിത്തരും. നിങ്ങൾ ഈ ബക്കറ്റിലിടുമ്പോൾ നല്ലൊരു നിയത്ത് ചെയ്ത് മാരകമായ രോഗങ്ങളിൽ നിന്ന് എന്നെ കാക്കണേ പഠിച്ചോനെ. ക്യാൻസർ രോഗം ഷിഫയായ ഒരാൾ നിങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുണ്ട്. സ്വതക്ക കൊടുത്തിട്ട് ക്യാൻസർ രോഗം ഷിഫയായ ഒരാൾ നിങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുണ്ട്. നമ്മളൊരു സുഹൃത്താണ്. ഡോക്ടർമാർ 4th സ്റ്റേജിൽ നിന്ന് ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ്. ചെറുപ്പക്കാരനാണ്. ഒരിക്കലും സുഖാവില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. പിന്നെ ഇതേപോലെ വാലിൻ്റെ സദസ്സിലെല്ലാം വന്നിട്ട് 6000, 500, 5000 ഒക്കെ കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചിരുന്ന അൽഹംദുലില്ലാഹ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമില്ല. അള്ളാഹു ആ ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. അടുത്തുണ്ട് വേണം ഞാൻ നിങ്ങൾക്ക് ചോദിച്ചാൽ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ബക്കറ്റിൽ നല്ല സംഖ്യ ഇട്ട് കൊടുക്കുക. അപ്പോൾ നീയത്തും കൂടി വെക്കുക. പഠിച്ചോനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് എന്നെ കാക്കണേ അല്ല. അത് മതി. നിങ്ങൾക്ക് കൊടുക്കുന്ന 500 ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ലാഭം 5 ലക്ഷം ആയിരിക്കും. 500 കൊടുക്കുക, ഇതിലിടുക. അല്ലെങ്കിൽ 1000 നിങ്ങൾ ഇതിലിടുക. നിങ്ങൾക്ക് 5ഉം 10ഉം ലക്ഷം ലാഭമാകും. കാരണം ഒരു ക്യാൻസർ വന്ന 40 ലക്ഷമൊക്കെ ചിലവ്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ, ഉമർക്ക എന്ന് പറയും, മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹം എന്നെ ആദ്യമായി പരിചയപ്പെടുമ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ 40 ലക്ഷത്തോളം രൂപ എൻ്റെ ഈ ക്യാൻസറിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ അദ്ദേഹത്തിന് ശിഫ ലഭിച്ചില്ല, മരണപ്പെട്ടു പോയി. അപ്പോൾ 40 അല്ല 50 അല്ല കോടി ചിലവഴിച്ചാലും ചിലപ്പോൾ ശിഫ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നല്ല നീയത്തോടുകൂടി വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത രീതിയിൽ ഈ മഹത്തായ ബക്കറ്റിൽ ഇട്ട് കൊടുത്താൽ അർശിൻ്റെ തണലും കിട്ടും, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവലും കിട്ടും ഇൻഷാ അല്ലാഹ്. കാസർഗോഡുള്ള എവിടെ ഉണ്ടോ? കാസർഗോഡ് കാസർഗോഡുള്ള ഒരു അച്ചായൻ 2000 രൂപ, വേറൊരു മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ 3000 രൂപ, വേറൊരു സഹോദരി 200 രൂപ. അതും അന്യ മതത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളല്ലാത്ത മറ്റുള്ള ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അള്ളാഹു അവരുടെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം ചൊരിഞ്ഞു കൊടുക്കട്ടെ. രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെയും അവരുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആരോഗ്യം മരണം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ദീർഘായുസ് അള്ളാഹു നൽകട്ടെ. ഹിദായത്ത് അള്ളാഹു നൽകട്ടെ. അതുപോലെ മഹത്തായ മദ്രസയിലേക്ക് നിങ്ങൾക്കും എന്തെങ്കിലും സംഭാവനകളൊക്കെ ചെയ്യാം. ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സമയം വളരെ കുറച്ചേ ഉള്ളൂ, 9:30. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല, ഞാൻ നേരെ വേദനയ്ക്ക് തന്നെ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 വിഷയം ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് എന്തുണ്ടാകും?
അള്ളാഹു നാളെ സ്വർഗം കൊണ്ട് ഉറപ്പ് തരുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയം. എന്നാൽ നമ്മളാരും സൂക്ഷിക്കാത്തൊരു വിഷയമുണ്ട്. നബി തങ്ങൾ ഒരിക്കലും സ്വഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ അണിയറ രഹസ്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയുടെ കഥകൾ സുഹൃത്തുക്കൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ടോ എന്ന് ആദ്യം സ്വഹാബാക്കളായ പുരുഷന്മാരോട് ചോദിച്ചു. അവരൊന്നും മിണ്ടിയില്ല. അപ്പോൾ പെണ്ണുങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ? പെണ്ണുങ്ങൾ മിണ്ടിയില്ല. അപ്പോൾ ഒരു പെണ്ണെണീറ്റ് നിന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ്. ആണുങ്ങളും പറയുന്നുണ്ട്, പെണ്ണുങ്ങളും പറയുന്നുണ്ട്. കിടപ്പറ രംഗങ്ങൾ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്നത്, അഥവാ പുരുഷന്മാർ അവരുടെ അടുത്ത ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ലേ, ആ ചങ്ങാതിമാരോട് അണിയറ രഹസ്യങ്ങളും ആദ്യരാത്രിയുടെ കഥകളൊക്കെ തുറന്നു പറയാറുണ്ട്. അതേപോലെ സ്ത്രീകൾ അവരുടെ ചങ്ങാതിമാരെ കിട്ടിയാൽ അവരും അവരുടെ കിടപ്പറ രംഗങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. ഇവർ പറയുന്നത് പച്ചക്കള്ളാണ്. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് നിങ്ങൾക്ക് അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ഇന്ന മിൻ അഅലമിൽ അമാന, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന അമാനത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള അമാനത്ത് ഇതാണ്. അല്ലാഹു നിങ്ങളോട് സൂക്ഷിക്കാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഏറ്റവും നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഈ വിഷയമാണ്. ഭാര്യ ഭർത്താവുമായി സമീപിച്ചാൽ, ഭർത്താവ് ഭാര്യയുമായി സമീപിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ രാത്രിയുടെ കഥകൾ നിങ്ങളുടെ ചങ്ങാതിമാരോട് പറഞ്ഞു കൊടുക്കരുത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അതൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസവഞ്ചന നടത്തിയെന്നാണ്. വിശ്വാസവഞ്ചന നടത്തുന്നവന് നാളെ അള്ളാഹു സ്വർഗം നൽകൂല എന്നാണ്. നാലാമത്തേത്, കണ്ണിലൂടെ ഹറാമുകൾ വരരുത്. വഗല്ലു അബ്സ്വാറക്കും, കണ്ണുകളിലൂടെ ഹറാമുകൾ വരാൻ പാടില്ല. അങ്ങനെ ഹറാമ് വന്നുപോയാൽ സ്വർഗം കിട്ടൂല എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് കണ്ണിനെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. വഹ്ഫളു ഫുറൂജക്കും, ഗുഹ്യാവയവങ്ങളിലൂടെയും ഹറാമ് വരാൻ പാടില്ല. നമ്മുടെ കൈകൾ കൊണ്ടും ഹറാമ് വരാൻ പാടില്ല. ഈ 6 വിഷയം സൂക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. അപ്പോൾ ഓർമ്മയുണ്ടോ? 6 കാര്യം ഓർമ്മയുണ്ടോ ഏതൊക്കെയാണെന്ന്? ഒന്നിതാ, ഉറക്ക പറഞ്ഞോളൂ. ഉറക്ക പറഞ്ഞു, പേടിക്കണ്ട, തെറ്റിയ പ്രശ്നമൊന്നുമില്ല. കളവ് പറയാൻ പാടില്ല. 2, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ നല്ല സംസാരത്തിലായിരുന്നില്ലേ? എല്ലാം എന്താ എന്നാലും പറഞ്ഞോളൂ. വാക്ക് കെടുത്താൽ വാക്ക് ലംഘിക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞോ? 3-ാമത്തേത്, വിശ്വാസവഞ്ചന നടത്താൻ പാടില്ല. 4-ാമത്തേത്, കണ്ണിലൂടെ ഹറാമ് കാണാൻ പാടില്ല. 5-ാമത്തേത്, ഗുഹ്യാവയവങ്ങൾ ഹറാമ് ചെയ്യാൻ പാടില്ല. 6-ാമത്തേത്, കൈകൾ കൊണ്ട് ഹറാമ് ചെയ്യാൻ പാടില്ല. ഈ 6 കാര്യം ചെയ്താൽ സ്വർഗം ഉറപ്പാണ്. കഴിയുന്ന ആളുകളൊക്കെ ചെയ്തോളി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരിക്കലൊരു സഹാബി നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലിംനി തഅവ്വുദൻ തഅവ്വദു ബിഹി, നബിയേ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ താങ്കൾ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ഫഅഖദ ബികഫി, എൻ്റെ കൈ പിടിച്ചു. നബി തങ്ങളുടെ ശൈലി അങ്ങനല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നബി തങ്ങൾ പള്ളിയിലുണ്ടാകുമ്പോഴാണ് ഒരു അറാബി വന്നിട്ട് മൂത്രമൊഴിക്കുന്നത് പള്ളിയിൽ. അറാബിക്ക് എന്ത്, ഇന്നത്തെ ടൈലൊന്നും ഇല്ലല്ലോ. ടൈലും ഇൻ്റർലോക്കും പിന്നെ ഗ്രാനൈറ്റും മാർബിളും ഇറ്റാലിയൻ മാർബിളും എന്നുള്ള പള്ളിയല്ല. അവിടെയും പൂഴി ഇവിടെയും പൂഴി. ഇവിടെ കുറച്ച് ഇതേപോലെ റൂഫ് ഉണ്ടെന്നുള്ളൂ. അറാബി നന്നായിട്ട് മൂത്രമൊഴിച്ചു. സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ ഗൗരവത്തിൽ മസിലും പിടിച്ചൊറ്റ പോകുക. എന്താടാ നീ വിചാരിച്ച്, എവിടെ മൂത്രമൊഴിക്കുന്നൊക്കെ ചോദിച്ചിട്ട് പോകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കുക, ഓ മൂത്രമൊഴിച്ചോട്ടെ. അങ്ങനെ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞ് ഞങ്ങൾ വെറുതെ വിടുമോ? നബി തങ്ങൾ പറഞ്ഞു, കൂൾ ഡൗൺ, നിങ്ങൾ ചൂടാവരുത്, അപ്പോൾ മൂത്രമൊഴിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, മൂത്രമൊഴിച്ചോട്ടെ. ആ പൂർണ്ണമായിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ മൂത്രമൊഴിച്ച് കഴിയുന്നത് വരെ മൂത്രമൊഴിച്ച്. സഹാബാക്കൾ ഇങ്ങനെ ഭയങ്കര ജോഷിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വിറച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ അയാൾ വിളിച്ചു, മൂത്രമൊഴിക്കേണ്ട സ്ഥലം ഇതല്ല കേട്ടോ, മൂത്രമൊഴിക്കേണ്ടത് പള്ളിയുടെ പുറത്താണ്. സഹാബാക്കൾ പറഞ്ഞു, നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് അവിടെ ഒഴിച്ചാളി എന്ന് പറഞ്ഞു. പ്രശ്നം സോൾവായി. എന്നിട്ട് അദ്ദേഹം പുറത്തു പോയിട്ട് പറഞ്ഞു, ഇത്രയും നല്ലൊരു മുഅല്ലിമിനെ, ഇത്രയും നല്ലൊരു സ്വഭാവക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. അയാളുടെ ഇസ്ലാമിന് കാരണമായത് എന്താണ്? ഈ ഒരു വിഷയമാണ്. അയാളുടെ ഇസ്ലാമിന് കാരണമായത്
ഈ നബി തങ്ങളുടെ ഒരു ഉപദേശമാണ്. അപ്പം ഈ രീതിയിൽ നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട ശൈലിയും ഉപദേശവുമൊക്കെ ചെറിയൊരു മാറ്റങ്ങൾക്ക് ആവശ്യമാണ്. മാതാപിതാക്കൾ മക്കൾ ഉപദേശിക്കേണ്ടത് വെറും ഗൗരവത്തോടെയല്ല. വെറും ഗൗരവത്തോടെ നമ്മുടെ മാതാപിതാക്കൾ മക്കൾ ഉപദേശിക്കാനും പാടില്ല. അവരെ ഇടയ്ക്കിടെ കൈപിടിക്കണം, അവരുടെ ഷോൾഡറിൽ കൈവെക്കണം, അവരെ സ്നേഹത്തോടെ വിളിക്കണം. ഇന്നി ഒഹിബുക്ക്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് മോനെ, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമാണ് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുമ്പോൾ അവർ കേൾക്കും. അവരുമായി ഇടയ്ക്കിടെ പിക്നിക്കിന് പോകണം, ടൂർ പോകണം. വെറും വീട്ടിൽ ഒതുക്കി നിർത്തരുത്. ആഴ്ചയിലൊരിക്കലോ നിങ്ങൾക്ക് ഫ്രീ സമയം ഉണ്ടാകുമ്പോൾ ഫാമിലി, വൈഫ്, ഭാര്യ, മാതാപിതാക്കളൊക്കെ കൂടി കുടുംബസമേതം ഒരു യാത്ര ചെയ്യണം. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഉപദേശങ്ങൾ നൽകണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യണം. നമ്മൾ അപ്ഡേഷൻ വേണം, എല്ലാറ്റിലും ഒരു അപ്ഡേഷൻ വേണം. അപ്ഡേഷൻ ഇല്ലെങ്കിൽ എന്താവും അറിയോ? അംബാസഡർ കാറ് പോലെയാവും. പഴയ രാജാണ് അല്ലേ, രാജ കാറല്ലേ അംബാസഡർ. ഇപ്പം അംബാസഡർ ആർക്കാണ് വേണ്ടത്? എന്തുകൊണ്ടാണ്? അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. നോക്കിയ ഫോൺ എന്താ ഇപ്പോൾ ഉഷാറില്ലാത്തത്? പണ്ട് നോക്കിയ ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ലോകത്തുണ്ടായിട്ടുണ്ടോ? എല്ലാവരുടെ കയ്യിലും നോക്കിയ ഉണ്ടാവും. ഇപ്പോൾ നോക്കിയ എന്താ ഉഷാറില്ല, മാർക്കറ്റിലില്ലാത്ത? അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അപ്ഡേഷൻ വേണം. അപ്ഡേഷൻ ഉണ്ടാകുമ്പോൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരണം. അപ്പോഴാണ് നല്ല രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൈ പിടിക്കുകയുണ്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ദുആ പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഈ. ശർരി സംഈ എന്താ? അല്ലാഹുവേ, എൻ്റെ ചെവിയുടെ ഷർറിൽ നിന്ന് കാക്കണേ അല്ലാ. എൻ്റെ ചെവിയുടെ ഷർറിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ ചെവിയിലൂടെ എന്തൊക്കെ ഷർറുണ്ടാവും? മ്യൂസിക്കുകൾ കേൾക്കും, ഹറാമായ കാമുകന്മാരുടെ സംസാരങ്ങൾ, അശ്ലീല വർത്തമാനങ്ങൾ, ഇതൊക്കെ കേൾക്കും ചെവിയിലൂടെ. എന്തു വേണം? ഞാനൊരിക്കൽ ഒരു വർഷം ഒരു വാല് പറഞ്ഞിരുന്നു. അതുപോലെ ഒരു ബാർബർ ഷോപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. അതേതോ ഒരു തൽപര കക്ഷി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അടുത്തിട്ടൊരു ക്ലിപ്പുണ്ടാക്കുകയും എന്നിട്ട് സകലമാന അസോസിയേഷൻസിൻ്റെ സലൂണിലെ ആളുകൾക്ക് അതൊക്കെ അയച്ചു കൊടുത്തു. ഇന്നലെ രാവിലെ മുതൽ പഠിച്ചോനെ വിളിയോട് വിളി. സത്യത്തിൽ ഞാൻ അവിടെ എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഒരു തമാശ രൂപേണ അത് വന്നു പോയതാണ്. അതൊന്നും ക്ലിപ്പാക്കേണ്ട ആവശ്യം. നമ്മൾ ക്ലിപ്പാക്കേണ്ടതല്ലേ ക്ലിപ്പാക്കേണ്ടത്, എല്ലാം ക്ലിപ്പാക്കാൻ പാടുണ്ടോ? വേദനയിടയിൽ പറഞ്ഞ സംസാരങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ലൈവൊക്കെ വലിയ പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അപ്പോൾ അത് ക്ലിപ്പാക്കി വിടും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനൊരു വിഷയം പറഞ്ഞു. ഹദ്ദാദിന് ഇരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കാതെ പോകുന്നത് അത്ര നല്ലതല്ല. ഹദ്ദാദിനെ ഇരിക്കും, എന്നാൽ ഇശാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കൂല. ഹദ്ദാദ് തുടങ്ങിയതാരാ? നമ്മൾ തുടങ്ങിയതാണ്. സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ഹദ്ദാദിനെക്കാളും വലുത് എന്തായാലും സുന്നത്ത് തന്നെയാണ്. അപ്പോൾ ഹദ്ദാദ് വേണ്ട എന്നാണല്ല, ഹദ്ദാദ് ചെല്ലണം. ഹദ്ദാദിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. ഹദ്ദാദിലിരിക്കുന്ന ഒരാൾ സുന്നത്ത് നിസ്കരിക്കാതെ പോകുന്നത് അത്ര നല്ലതല്ല. സുന്നത്ത് നിസ്കരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അത് മാത്രം ക്ലിപ്പ്. ഖലീൽ ഉദവി പറഞ്ഞു സുന്നത്ത് നിസ്കരിക്കേണ്ട, ഹദ്ദാദ് ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല, സുന്നത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി മാത്രം ഒരു ക്ലിപ്പ്. പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയ വിഷയം പറയുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാർ അവർക്ക് അനുകൂലമായ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തിട്ട് അത് ഓടിക്കും. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴെന്താണ്, ബാക്കിയുള്ള ഭാഗങ്ങൾ ആരും ഇത് കേൾക്കൂല. അത് ഭയങ്കര ഫിത്തന ഉണ്ടാവും. അപ്പം ഈ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വലിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരുപാട് ആളുകൾ വിളിച്ചു. അത് നമ്മളെ വാല് കേൾക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ വിളിച്ചു, പല നാട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് അത്തരം വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ തെറ്റുപറ്റിയ തെറ്റാണെന്ന് പറയണമല്ലോ. അവർക്ക് വിഷമമുണ്ടായിട്ടാണ് എനിക്ക് തോന്നി. എന്തായാലും കാരണം അവരുടെ വിലക്കയറ്റത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, വില കൂട്ടുന്നുണ്ടെന്നുള്ളൊരു വിഷയമാണ് പറഞ്ഞത്. അവർക്കതിൽ വലിയൊരു വിഷമമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇൻഷാ അല്ലാഹ് അത് അടുത്ത ലൈവുള്ള പരിപാടിയിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ വിഷയം ഒന്നും കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ലൈവൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നല്ലേ? ആ വീഡിയോ റെക്കോർഡുണ്ടോ? വീഡിയോ റെക്കോർഡാണോ? ആ റെക്കോർഡാണെങ്കിൽ നിങ്ങളതൊന്ന് റെക്കോർഡ് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഞാൻ പറയുന്നത്, അത്തരം വിഷയങ്ങൾ നമ്മളിത് ബോധപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ ഇൻസൾട്ട് ചെയ്യാനൊന്നും പറയല്ല. ആ ബാർബർ ഷോപ്പിലൊക്കെ പോയാൽ ഞാൻ നല്ല ഇഷ്ടപ്പെട്ടാൽ പൈസ ടിപ്സ് അടക്കം കൊടുക്കുന്ന ഒരാളാണ്. ഒരു 10, 20, 50, 100 കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ നമ്മുടെ മുഖമൊക്കെ വളരെ മനോഹരമായി മിനുക്കി തരുന്ന ആളല്ല. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന എന്നും നമ്മൾക്കുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ട് ഒരു 100 രൂപ ടിപ്സ് കൊടുക്കുന്നതൊക്കെ വളരെ സന്തോഷമാണ്. അവർ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി നമ്മൾക്ക് അതിനേക്കാൾ ഉഷാറാക്കി തരും. അങ്ങനെ ഒരു തൽപരക്കാരനാണ് ഞാൻ. അപ്പോൾ സത്യത്തിൽ
1 വർഷം മുമ്പ് നടന്നൊരു വഅദ് അവരെന്ത് ചെയ്തു, ആരോ ഒരാൾ ഇങ്ങനെ ക്ലിപ്പുണ്ടാക്കി മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ അതിനെ പ്രചരിപ്പിച്ചു. അതിലതിൻ്റെ പ്രവർത്തകർക്ക്, അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയൊരു വിഷമമുണ്ടായതായി ഞാൻ മനസ്സിലാക്കുന്നു. അതിലവരോട് ഞാൻ എന്ത് ചെയ്യാണ്, പൂർണ്ണമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അള്ളാഹു അവരുടെയൊക്കെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, പലരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്, പലരും ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ കുടുംബത്തിനെ പോറ്റുന്ന ആളുകളാണ്, കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ദുആ ചെയ്യ, അത്തരം ആളുകൾ കൂടെ നമ്മൾ നിൽക്കാൻ വേണം, സപ്പോർട്ട് ചെയ്യും വേണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവർക്ക് ജോലിയിൽ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കുകയും അവരുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുകയും ചെയ്യട്ടെ. ഒരുപാട് ആളുകളായി പരിചയപ്പെടാനും കഴിഞ്ഞത് വേറെ വിഷയമാണ്. എത്രയോ ആളുകൾ വിളിച്ചിട്ടുണ്ട് എന്നെ വിഷയത്തിൽ, അവരെ പരിചയപ്പെടാനും കഴിഞ്ഞു. അവരൊക്കെ സ്ഥിരമായിട്ട് വാദ് കേൾക്കുന്ന ആളുകളാണ്, ഭൂരിഭാഗം ആളുകളും. അപ്പോൾ അവർ ഈ വിഷയം നിങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ വലിയൊരു വിഷമം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, എനിക്കത് പറയാൻ പാടില്ലാത്തൊരു വിഷയമായിരുന്നു, എന്തൊരു വിഷയത്തിൽ വന്നു പോയതാണ്. നമ്മൾ തെറ്റുപറ്റിയാൽ നമ്മൾ അംഗീകരിക്കാൻ വേണം. എന്നാൽ വേറെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ബന്ധപ്പെടും. രാഷ്ട്രീയ വിഷയമായി പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം, അത് ഞാൻ മെയിൻ ചെയ്യാറില്ല, കാരണം അത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം കൊണ്ടും ലൈംഗിക അവയവങ്ങൾ കൊണ്ടും ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾക്ക് സൂക്ഷിക്കാനൊരു പക്ഷേ കഴിഞ്ഞു എന്ന് വരില്ല. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് രക്ഷപ്പെടണം. കണ്ണിലൂടെ ഹറാമ് കാണുമെന്ന് ഉറപ്പാണ്. പുറത്തിറങ്ങിയാൽ ഹറാമല്ലാതെ കാണാനില്ല, അല്ലേ? പുറത്തിറങ്ങിയാൽ ഹറാമല്ലാതെ കാണാനില്ലല്ലോ. ഹറാമ് കാണും. ഹറാമ് കാണുമ്പോൾ നമ്മളൊരു പക്ഷെ അത് തന്നെ നോക്കിയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം എന്ത് വേണം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ബസ്വരി. അല്ലാഹുവേ, എൻ്റെ കണ്ണിൻ്റെ ഷർറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ചെവിയുടെ ഷർറിൽ നിന്ന് കാക്കണേ അല്ലാ. എൻ്റെ കണ്ണിൻ്റെ ഷർറിൽ നിന്ന് കാക്കണേ അല്ലാ. എൻ്റെ നാവിൻ്റെ ഷർറിൽ നിന്ന് നീ കാക്കണേ അല്ലാ. വമിൻ ശർരി ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ ഷർറിൽ നിന്നും നീ കാക്കണേ റബ്ബേ. വമിൻ ശർരി ഫർജി, എൻ്റെ ഗുഹ്യാവയവങ്ങളുടെ ഷർറിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാ. ഈ ദുആ എന്നുമെന്നും ദുആ ചെയ്യണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി ശക്കിൽ ഇബ്നു ഹുമൈദ് എന്നവരാണ് നബി തങ്ങളോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനിക്ക് ദുആ ചെയ്യാൻ എന്തിൽ നിന്നാണ് ഞാൻ കാവൽ ചോദിക്കേണ്ടത്? എന്തിൽ നിന്നാണ് ഞാൻ അഭയം തേടേണ്ടത്? എന്തിൽ നിന്ന് അഭയം തേടേണ്ടത്? അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു, ഒന്നെല്ലാവരും ദുആ ചെയ്യ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസ്വരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി ഫർജി. അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. മിൻ ശർരി സംഇ, എൻ്റെ കേൾവി ശക്തി, എൻ്റെ ചെവിയുടെ ഷർറിൽ നിന്ന്. വമിൻ ശർരി ബസ്വരി, എൻ്റെ കണ്ണിൻ്റെ ഷർറിൽ നിന്ന്. വമിൻ ശർരി ലിസാനി, എൻ്റെ നാവിൻ്റെ ഷർറിൽ നിന്ന്. വമിൻ ശർരി ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ ഷർറിൽ നിന്ന്. വമിൻ ശർരി ഫർജി, എൻ്റെ ഗുഹ്യാവയവങ്ങളുടെ ഷർറിൽ നിന്ന്. അല്ലാഹുവേ, നീ എന്നെ കാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു പഠിപ്പിച്ചു. അത് തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലല്ലേ, അല്ലേ? പനി വന്നാൽ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു പക്ഷേ പാരസിറ്റമോളും പെനഡോളും തന്നാൽ ശിവ കിട്ടും, പക്ഷെ 2 ദിവസം കിടക്കണം. അതിനേക്കാൾ നല്ല എന്താ? രോഗം വരാതിരിക്കലാണ്. അതേപോലെ തെറ്റു ചെയ്തിട്ട് തൗബ ചെയ്ത് മടങ്ങുന്നതിനേക്കാളും നല്ലത് തെറ്റു ചെയ്യാതെ സൂക്ഷിക്കലല്ലയോ മിനിങ്ങളെ? അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യ്. അറബി അറിയുന്നവരങ്ങനെ, അറബി അറിയാത്തവർ മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. അള്ളാഹുവേ, എൻ്റെ കണ്ണിൻ്റെ ഷർറിൽ നിന്ന്, ചെവിയുടെ ഷർറിൽ നിന്ന്, നാവിൻ്റെ ഷർറിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഷർറിൽ നിന്ന്, ലൈംഗിക അവയവങ്ങളുടെ ഷർറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഔറത്ത് വെളിവാക്കാതെ ഔറത്ത് സൂക്ഷിച്ചാൽ തന്നെ അള്ളാഹു സ്വർഗം നൽകുമെന്നാണ്. ഔറത്ത് മറച്ചാൽ തന്നെ അള്ളാഹു സ്വർഗം നൽകുമെന്നാണ്. ആദമിനെയും ഹവ്വയെയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അവരുടെ ഔറത്ത് വെളിവായി എന്ന കാരണത്താലാണ്, അല്ലേ? പഴം തിന്നതുകൊണ്ടാണോ? പഴം തിന്നതുകൊണ്ടല്ല, ഔറത്ത് വെളിവായത് കൊണ്ടാണ്. പഴം തിന്നാനല്ലേ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്, അല്ലേ? ഫീഹാ ഫാകിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ, അവിടെ പഴങ്ങളുണ്ട്, ഈന്തപ്പഴങ്ങളുണ്ട്, റുമ്മാനുണ്ട്.
മനോഹരമായ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിവിധ തരങ്ങളിലുള്ള എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട് അവിടെ. തിന്നാനാ പോകുന്നത്. അപ്പൊ തിന്നതല്ല പ്രശ്നം, തിന്നപ്പോ ഔറത്ത് വെളിവായി എന്നുള്ളതാണ് പ്രശ്നം. വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഈ മരത്തിലേക്ക് അടുത്താൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. ഔറത്ത് വെളിവാക്കുന്നവർ അക്രമികളാണ്. ഫവസ്വസ ലഹുമ ശൈത്വാനു ലിയുബ്ദിയ ലഹുമാ മാ വുരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. പിശാച് വസ്വാസ് ഉണ്ടാക്കിയത് തിന്നിക്കാനല്ല, അവരുടെ ഔറത്ത് വെളിവാക്കാനാണ്. ലിയുബ്ദിയ ലഹുമാ മാ വുരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. അവരുടെ മറഞ്ഞു നിൽക്കുന്ന ഔറത്തിനെ വെളിവാക്കാനാണ് പിശാച് അവരോട് വസ്വാസ് ഉണ്ടാക്കിയത്. തിന്നുകയും ചെയ്തു. ഫദല്ലാഹുമാ ബിഗുറൂർ ഫലമ്മാ ദാഖ അശ്ശജറത ബദത് ലഹുമാ സൗആതുഹുമാ. ആ മരത്തിലെ പഴം തിന്നപ്പോഴേക്കും അവർ രണ്ടുപേരുടെയും ഔറത്ത് വെളിവായി. വനാദാഹുമാ റബ്ബുഹുമാ. ഉടനെ തന്നെ അല്ലാഹു വിളിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലയോ പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന്, ഇറങ്ങിക്കോ ഭൂമിയിലേക്ക്. രണ്ടുപേരും ഇറങ്ങി. അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞത് ഔറത്ത് വെളിവാക്കിയതിന്റെ പേരിലാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു നരകം ഹറാമാക്കിയിട്ടുണ്ട്. അറിയോ? ഫാത്തിമ ബീവിക്ക് നരകം ഹറാമാണ്. ഫാത്തിമ ബീവിക്ക് മെൻസ്ട്രേഷൻ ഇല്ല എന്നാണ്, സ്വർഗത്തിൽ പെണ്ണെന്നാണ്, ഹൈലില്ല ഫാത്തിമ ബീവിക്ക്. ഫാത്തിമ ബീവി ഇന്ന ഫാത്തിമത അഹ്സനത് ഫർജഹാ. ഫാത്തിമ ബീവി ഔറത്ത് മറച്ചതുകൊണ്ട് ഫഹറമല്ലാഹു ദുർരിയതഹാ അലന്നാർ. ഫാത്തിമ ബീവിയെ മാത്രമല്ല ഫാത്തിമ ബീവിയെ സന്താനങ്ങളെയും അല്ലാഹു നരകം ഹറാമാക്കി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഒരു ഉമ്മ ഔറത്ത് മറച്ചു നടക്കുന്ന പെണ്ണായാൽ അവരുടെ മക്കൾക്കും നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. ശ്രദ്ധിക്കണം, ഉമ്മ ഔറത്ത് മറച്ചു നടക്കുന്ന ഒരു പെണ്ണായാൽ അവൾക്കും അവളുടെ മക്കൾക്കും നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. ഇന്ന ഫാത്തിമത അഹ്സനത് ഫർജഹാ. ഫാത്തിമ ബീവി ഔറത്ത് മറച്ചതുകൊണ്ട് ഫഹറമല്ലാഹു ദുർരിയതഹാ അലന്നാർ. മറിയം ബീവിയുടെ പ്രത്യേകത അല്ലാഹു പറഞ്ഞത് വമറിയമ ബനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ഔറത്ത് മറച്ചു നടന്നു മറിയം ബീവി. ആ മറിയം ബീവിക്കാണ് ഞാനൊരു കുഞ്ഞിനെ കൊടുക്കുന്നത്. വകാനത് മിനൽ ഖാനിതീൻ. പതിവ്രതയായ സച്ചരിതയായ സൂക്ഷ്മതയുള്ള സ്ത്രീകളിൽപ്പെട്ട ആളാണ് മറിയം ബീവി. ആ മറിയം ബീവിയാണ് റൂമിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വൈവിധ്യമാർന്ന ഭക്ഷണം കൊടുത്തത്. അപ്പോഴാണ് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചത്, അന്നാലകി ഹാദാ, മറിയമേ എവിടെ നിന്നാണ് ഈ ഭക്ഷണം? വകഫലഹാ സക്കരിയ കുല്ലമാ ദഖല അലൈഹൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുത്തേക്ക് എപ്പോൾ പോയാലും നാട്ടിലെവിടെയും കാണാത്ത ഭക്ഷണം മറിയം ബീവിയുടെ മുമ്പിൽ കാണും. സത്യത്തിൽ ഭക്ഷണം കൊടുക്കേണ്ടത് സക്കരിയ നബിയാണ്. പക്ഷേ സക്കരിയ നബി ഭക്ഷണവുമായി പോകുമ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാകും. എവിടെ നിന്നാണ് മറിയമേ ഇത് കിട്ടിയത്? അപ്പോഴാണ് മറിയം ബീവി പറഞ്ഞത്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് എൻ്റെ റബ്ബ് തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ വേണ്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും കൊടുക്കുമെന്നാണ് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്. എന്താണ് മറിയം ബീവിയുടെ പ്രത്യേകത? അഹ്സനത് ഫർജഹാ, ഔറത്ത് മറച്ചു എന്നതാണ് മറിയം ബീവിയുടെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു പെണ്ണിന്റെ ചാരിത്രം എന്ന് പറയുന്നത് ഔറത്ത് മറക്കുന്നവളാകണമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മറിയം ബീവിക്ക് അല്ലാഹു പ്രത്യേകത നൽകിയതും ഔറത്ത് മറച്ചതുകൊണ്ട്, ഫാത്തിമ ബീവിയെയും മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഔറത്ത് മറച്ചതുകൊണ്ട്. പെണ്ണ് എപ്പോഴും പരാജയപ്പെടുന്നത് ഈ ഔറത്തിന്റെ വിഷയത്തിലാണ്. പെണ്ണ് പരാജയപ്പെട്ടിടത്ത് അവിടുത്തെ മക്കളും പരാജയപ്പെടും. വീട്ടിലെ പെണ്ണ് പരാജയപ്പെട്ടാൽ വീട്ടിലെ മക്കൾ പരാജയപ്പെടും. വീട്ടിലെ പെണ്ണ് വിജയിയാണെങ്കിൽ, സൂക്ഷ്മതയുള്ള പെണ്ണാണെങ്കിൽ വീട്ടിലുള്ള മക്കളും നന്നാവും. പ്രവാചകന്മാരിൽ വഴിപിഴച്ച ഒരു മകനെ മാത്രമേ നമ്മൾക്ക് കാണുള്ളൂ. പ്രവാചകന്മാരുടെ മക്കളിൽ വഴിപിഴച്ചുപോയ ഒരു മകനെ മാത്രമേ നമ്മൾക്ക് കാണുള്ളൂ. അത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. അല്ലേ?
നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ വഴിപിഴച്ചു പോയിട്ടില്ലേ? പണ്ടൊക്കെ ഇങ്ങനെ വേദം പറയുമ്പോൾ ഏതൊരു നാട്ടുകാർ ചൂടായി എന്നാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? നൂഹ് നബിയുടെ മകൻ വഴിപിഴച്ചു എന്നാണ്, ഉസ്താദിനോട് ദേഷ്യപ്പെടാൻ പോയി എന്നാണ്. നൂഹ് നബിയുടെ ഭാര്യ വഴിപിഴച്ചു എന്ന് വേദം പറഞ്ഞപ്പോഴേ നിങ്ങൾ തോന്നിയാസം പറയാ പ്രവാചകന്മാരുടെ ഭാര്യ വഴിപിഴക്കുന്നു? അവരാദ്യമായിട്ട് കേട്ടതാണ്. മനസ്സിലായ? അവരൊക്കെ മൊയ്ലാമാരും മൗലിയാക്കന്മാരും പ്രവാചകന്മാരൊക്കെ ഭാര്യയൊക്കെ അതേപോലെ സൂക്ഷ്മതയുള്ളവരായിരിക്കും എന്നാണ്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ആണ് നന്നായെന്ന് വിചാരിച്ച് പെണ്ണ് നന്നായിക്കൊള്ളണമെന്നില്ല. എന്നാൽ പെണ്ണ് നന്നായാൽ ആണ് നന്നാവാനുള്ള സാധ്യത കൂടുതലാണ്, മക്കളും നന്നാവാനുള്ള സാധ്യത കൂടുതലാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചില്ല, ഭർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. ആ ഒരു രീതിയാണ് നൂഹ് നബിയുടെ മകൻ പിൻപറ്റിയത്. ആ മകനെയാണ് വെള്ളപ്പൊക്ക സമയത്ത് കപ്പലിൽ നിന്ന് നൂഹ് നബി കാണുന്നത്. യാ ബുനയ്യ ഇർകം മഅനാ, മോനെ എൻ്റെ കപ്പലിൽ കയറ് എന്ന് പറഞ്ഞത് ആ സമയത്താണ്. മോൻ പറഞ്ഞു സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, ഉപ്പാ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോളുപ്പാ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. പ്രളയം വന്നില്ലേ നമ്മുടെ നാട്ടിൽ? മെഡിക്കേരി പോയി. സുബ്ഹാനല്ലാഹ്. രണ്ട് സൈഡിൽ വലിയ 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 കുന്നുകളൊക്കെ ഒഴുകിയ രംഗങ്ങൾ കാണണം. വലിയ വലിയ കുന്നുകൾ, അതിനിടയിൽ ഒരു വീട്. ആ വീടിൻ്റെ വലത് വശത്തുള്ള കുന്ന് മുഴുവൻ ഇടിഞ്ഞിട്ടുണ്ട്, ഇടത് വശത്തുള്ള കുന്ന് മുഴുവൻ ഇടിഞ്ഞിട്ടുണ്ട്. ആ വീടിൻ്റെ ഭാഗം മാത്രം ബാക്കി. അള്ളാഹുവിൻ്റെ സംരക്ഷണമായിരിക്കും. അള്ളാഹു ഇങ്ങനെയൊക്കെ സംരക്ഷിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതി. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഒന്നും പേടിക്കാനില്ല. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹുവിനെ മുമ്പിൽ കണ്ടെത്താം, അഥവാ അത്ഭുതകരമായ സഹായം അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു നമ്മൾക്ക് അങ്ങനെ ഒരു സംരക്ഷണം തരട്ടെ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്നുള്ളത് ആയുധമാണ്, ബുള്ളറ്റ് പ്രൂഫ് ആയുധമാണത്. അത് വലിയൊരു ആയുധമാണ്, വെടിവെച്ചാൽ വരെ കൊള്ളൂല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ചെല്ലുണ്ട്, എന്നും ചെല്ലണത്. വീട്ടിൽ കയറുമ്പോൾ, വണ്ടിയിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. അപകടങ്ങൾ ഉണ്ടാവില്ല, അള്ളാഹു സംരക്ഷിക്കും. ആക്സിഡന്റ് ഉണ്ടാവില്ല. ഇത് ചൊല്ലിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് ചാടിയത്. പുഞ്ചിരിച്ചുകൊണ്ടാണ് തീയിൽ നിന്ന് കടന്നു വന്നത്. നബി തങ്ങളോട് ചില സ്വഹാബാക്കൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ പിന്നാലെ വലിയൊരു സൈന്യം ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന്. നബി തങ്ങൾ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ഒരു ആയുധത്തിന്റെ പവർ കൊണ്ട് ആ സൈന്യത്തെ അല്ലാഹു ചിന്ന ഭിന്നമാക്കുകയാണ് ചെയ്തത്. വലിയൊരു ആയുധാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ ഒരു അപകടവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തളരും നമ്മൾ, പതറും നമ്മൾ. പ്രളയങ്ങൾ ഉണ്ടായാൽ, കൊടുങ്കാറ്റുകൾ ഉണ്ടായാൽ, സുനാമികൾ ഉണ്ടായാൽ, അക്രമങ്ങൾ ഉണ്ടായാലൊക്കെ നമ്മൾ തകർന്നു പോകും. അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാവാൻ ഒരു പണിയുമില്ല. ഒരപകടവും സംഭവിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി. എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്? ചെറിയ ഒരു ക്യാപ്സ്യൂൾ ഞാൻ നിങ്ങൾക്ക് തരാം. രാവിലെ തഹജ്ജുദ് നിസ്കരിക്കണം. എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കണം. രാവിലെ സുബഹി നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ പോയി നിർവഹിക്കണം. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതണം. സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാൻ പാടില്ല. ളുഹാ സമയമായാൽ 2 റക്അത്തോ 4 റക്അത്തോ ളുഹാ നിസ്കരിക്കണം. നാട്ടിലുണ്ടെങ്കിൽ ളുഹർ നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകണം. പുറത്താണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്. നാടിന്റെ പുറത്താണെങ്കിൽ അസറിന്റെ ഭാഗം വിളിച്ചാൽ, നാട്ടിലാണെങ്കിൽ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകണം. പുറത്താണെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ, ചെറുതാവട്ടെ വലുതാവട്ടെ എക്സ്ക്യൂസ് ഉണ്ട്. മഗ്രിബായാൽ പള്ളിയിലേക്ക് പോകണം. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം.
സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യണം, ഇശാ നിസ്കരിക്കണം, അത് കഴിഞ്ഞാൽ വിത്ർ നിസ്കരിക്കണം. പിന്നെ കഴിയുന്ന ആളുകളൊക്കെ 1000 സ്വലാത്തെങ്കിലും ദിവസവും ചൊല്ലണം. 1000 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലിയാൽ 10000 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. നിങ്ങളുടെ 10000 തെറ്റുകൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. 10000 ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. നിങ്ങളുടെ വേദനകളും ടെൻഷനുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കളയുമെന്നാണ് ആയിരക്കണക്കിന് സ്വലാത്ത് പറയുന്നവർ. അല്ലാഹു 1000 സ്ഥാനം നിങ്ങൾക്ക് 10000 സ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ്. കഴിയുന്നവരൊക്കെ ചെല്ലാൻ, കഴിയുന്നവരല്ല അതിന് സമയം നമ്മൾ കണ്ടെത്തണം സ്വലാത്ത് ചെല്ലാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 100 ഇസ്തിഗ്ഫാർ രാവിലെയും ഒരു 100 ഇസ്തിഗ്ഫാർ രാത്രിയും ചെല്ലണം. 100 ഇസ്തിഗ്ഫാർ രാവിലെ, 100 ഇസ്തിഗ്ഫാർ രാത്രിയും ചെല്ലണം. പിന്നെയോ നല്ല സ്വഭാവക്കാരായി ജീവിക്കുക. സ്വഭാവം നന്നാക്കണം. സ്വഭാവം വളരെ വലിയ ആയുധമാണ്. ഇബാദത്തില്ലെങ്കിലും സ്വഭാവം കൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റും. ഇബാദത്തില്ലെങ്കിലും സ്വഭാവം കൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റും. സ്വഭാവമില്ലെങ്കിൽ ഇബാദത്ത് കൊണ്ട് ഒരാൾ സ്വർഗത്തിലെത്തൂല. മനസ്സിലാക്കണം. നമ്മൾ എത്ര വലിയ ആബിദാണെങ്കിലും സുജൂദിൽ 100 കൊല്ലം കിടന്നാലും സ്വഭാവം മോശമാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ കിടക്കൂല. എന്നാൽ ഇബാദത്ത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിൽ എന്തായാലും അയാൾ സ്വർഗത്തിലെത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സ്വൽസ്വഭാവത്തോടെ ജീവിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമയത്തിലുണ്ട് 10 മണിയായി. ആയോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താണ്. ശ്രദ്ധിക്കണം എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നമ്മൾ നമ്മുടെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഭാര്യമാരോടുള്ള സ്വഭാവം, അയൽവാസികളോടുള്ള സ്വഭാവം, നാട്ടുകാരോടുള്ള സ്വഭാവം, കുടുംബക്കാരോടുള്ള സ്വഭാവം, ഈ സ്വഭാവമെല്ലാം നമ്മൾ നന്നാക്കണം. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ കാരുണ്യവും നമ്മൾക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നാണ് പറഞ്ഞത്. അക്രമങ്ങൾ ഇടയ്ക്കിടെ നടക്കാറുണ്ടല്ലോ, വർഗീയ ലഹളകളും അക്രമങ്ങളും, രാഷ്ട്രീയപരമായി വർഗീയപരമായിട്ടുള്ള അക്രമങ്ങളൊക്കെ ഇഷ്ടം പോലെ നടക്കാറുണ്ട്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അക്രമങ്ങൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അക്രമങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർബന്ധമായും അള്ളാഹുവിൻ്റെ കൂടെ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോടൊരു വിഷയം സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളിൽ ആരെത്ര കാലം ജീവിക്കുമെന്നൊരാൾക്കും പറയാൻ കഴിയില്ല, അല്ലേ? എത്ര കാലം നമ്മൾ ജീവിക്കുമെന്നൊരാൾക്കും പറയാൻ കഴിയില്ല. ഇന്നോ നാളെയോ മറ്റന്നാളോ പെട്ടെന്നുള്ള മരണം നമ്മെ പിടികൂടുന്നൊരു സമയമാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങളൊരാളും പെട്ടെന്നുള്ള മരണമില്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന്. ലാ തഖൂമു സ്സാഅതു ഹത്താ യൽഹറ മൗതുൽ ഫജ്അ. പെട്ടെന്നുള്ള മരണം നിങ്ങളെ പിടികൂടാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് സ്നേഹം മാത്രം തന്ന് നമ്മെ പോറ്റു വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മെ സ്നേഹിച്ച് വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ ആലോചിക്കണം. നമ്മൾ 10 മാസക്കാലം ഗർഭം ചുമന്ന ഉമ്മയുടെ വില അറിയണമെങ്കിൽ നമ്മുടെ ഭാര്യ ഗർഭിണിയാവണം, അല്ലേ? നിങ്ങൾ ഉമ്മയുടെ വില അറിഞ്ഞത് ഭാര്യ ഗർഭിണിയായപ്പോഴല്ലേ? അല്ലേ? ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. മൊയ്തീൻ ഷേഖൊക്കെ പ്രസവിച്ച ഉടനെ നോമ്പ് നോക്കിയ ആളാണ്. പ്രസവിച്ച അന്ന് തന്നെ നോമ്പാണ് മൊയ്തീൻ ഷേഖിന്. ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെയുള്ള മഹാമാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഗർഭിണിയായ ഭാര്യ ഗർഭിണിയാകുമ്പോഴാണ് ഉമ്മയുടെ വില അറിയുന്നത്. ഞാനൊക്കെ അങ്ങനെ മനസ്സിലാക്കിയത്. ഗർഭിണിയാകുമ്പോൾ ഒരു പെണ്ണിന്റെ അനുഭവം എത്രത്തോളമാണ്. രാത്തുറങ്ങാൻ കഴിയില്ല, ചെരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല, വലത് ഭാഗത്തേക്ക് ചെരിയാൻ, ഇടത് ഭാഗത്തേക്ക് ചെരിയാൻ. രാവിലെ എണീറ്റാൽ ഛർദിച്ച് ചോരടക്കം ഛർദിക്കുന്നുണ്ട്, തൊണ്ട പൊട്ടിയിട്ട്, അല്ലേ? ഭക്ഷണത്തിന്റെ
അടുത്തു പോയാൽ ഛർദി, കിച്ചണിൽ പോയാൽ ഛർദി, ബാത്റൂമിൽ പോയാൽ സോപ്പിന്റെ മണം പറ്റൂല. ചില പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ മണം പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല, എപ്പോഴും ഒരു തലക്കനമാണ്, തലവേദനയാണ്. ഈ രീതിയിൽ നമ്മുടെ ഉമ്മമാര് സഹിച്ച ത്യാഗം, നമ്മൾക്ക് വേണ്ടി സഹിച്ച ത്യാഗം, ആ ഉമ്മമാര് മരണസമാനമായ വേദന തിന്നിട്ടാണ് നമ്മെ പ്രസവിച്ചത്. ആ ഉമ്മമാര് നമ്മൾക്ക് മുലപ്പാല് നൽകി ഉറങ്ങാതെ, നമ്മൾ കരഞ്ഞാൽ ഉമ്മയ്ക്ക് ഉറക്കില്ല. ആ ഉമ്മമാരാണ് ഇന്ന് വരെ നമ്മളെ പോറ്റി വളർത്തിയത്. ഉപ്പമാര് പിന്നെ വിയർപ്പ് നീരാക്കി, ചോര നീരാക്കി, പാടത്തും പറമ്പത്തും ജോലിയെടുത്തിട്ട് മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ത്യാഗം ചെയ്തവരാണ്. ഇന്ന് ആ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയിരുന്നൊക്കെ പൊക്കെ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലായിട്ട് മരണപ്പെട്ടു കുറേ ആളുകളുണ്ട്. ആ മാതാപിതാക്കൾ ഇന്ന് ഖബറിടത്തിലാണ്. നമ്മളിൽ നിന്ന് ഭൂരിഭാഗം ആളുകളുടെയും മാതാപിതാക്കൾ ഖബറിടത്തിലാണ്. ആ മാതാപിതാക്കളുടെ ഖബറിടം സ്വർഗീയമാക്കി മാറ്റൽ മക്കളായ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ദുആ ചെയ്യുന്ന മക്കളുണ്ടായാൽ മാതാപിതാക്കൾക്ക് ഖബറിൽ ഉപകാരം ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സബ്ഉൻ യജ്രി ലിബ്നി ആദമ സബ്ഉൻ യജ്രി ലിൽ അബ്ദി ബഅദ മൗതിഹി. ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ മരണശേഷം ഖബറിലേക്ക് 7 അമലുകൾ കടന്നു വരുമെന്നാണ് പറഞ്ഞത്. അഥവാ മരണശേഷം ഖബറിൽ ഉപകരിക്കുന്ന, ഖബറിൽ വെച്ച് രക്ഷപ്പെടാൻ കാരണമാകുന്ന 7 അമലുകൾ ഉണ്ട് എന്നാണ്. അതിലൊന്ന് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്ന മക്കളുണ്ട്, ദുആ ചെയ്യുന്ന മക്കളാണെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഖബറിൽ പേടിക്കാനില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയവരുണ്ട്, വല്യപ്പയും വല്യമ്മയും മരണപ്പെട്ടു പോയവരുണ്ട്. അവരിതാ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണോ? മുൻകർ നക്കീറിന്റെ ശിക്ഷകൾ, ഖബർ ഇടുക്കി ചേർത്ത് വാര്യലുകൾ പോലും കോർത്തുകൊണ്ടുള്ള ശിക്ഷ, വിഷസർപ്പങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന ശിക്ഷ, നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് കത്തിക്കെറിയുന്ന ശിക്ഷ. അവരെന്തൊരു ശിക്ഷ അനുഭവിക്കുകയാണോ അല്ലേ എന്ന് നമ്മൾക്കറിയൂല. ഒരുപക്ഷെ അവർ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാവാം. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിലുള്ള മദ്രസ, ഈ മദ്രസയിൽ 90ഓളം വിദ്യാർത്ഥികളുണ്ട്. ഏകദേശം 2 ഉസ്താദുമാരാണ് 12 ക്ലാസ്സുകളെ കൈകാര്യം ചെയ്യുന്നത്. 6 ക്ലാസ്സുകൾ ഒരൊറ്റൊരു സമയത്താണ് ഉസ്താദുമാർ നിയന്ത്രിക്കുന്നത്. അഥവാ ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തൊരു മദ്രസ, രാത്രി ഒരു മദ്രസ, അങ്ങനെ 2 പീരീഡാണ് എല്ലാ മദ്രസകളിലും കൊടുക്കാറുള്ളത്. രാവിലെ ഒരു മദ്രസ, ഒരു ക്ലാസ്സുകാർക്ക്, രാത്രി ഒരു ക്ലാസ്സുകാർക്ക്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല, ആ ത്യാഗങ്ങളൊക്കെ സഹിക്കാൻ ഉസ്താദുമാർ തയ്യാറാണ്. പക്ഷേ ഉസ്താദുമാരുടെ ആഗ്രഹം മക്കളൊന്ന് നല്ല അച്ചടക്കത്തോടെ ഇരുത്തി പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം. അതിന് നിങ്ങളൊന്ന് നാട്ടുകാരോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാന്തകളിലാണ് മക്കൾ ഇരിക്കുന്നത്. അവർക്കും വേറെ വേറെ ഇരിക്കാൻ സൗകര്യങ്ങളില്ലെങ്കിൽ അവർ ഒച്ചപ്പാടുണ്ടാക്കിയാൽ ക്ലാസ് എടുക്കാൻ കഴിയില്ല. അത് ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വലിയൊരു സുവർണാവസരമാണുള്ളത്. കാരണം മദ്രസകൾ എന്ന് പറയുന്നത് നാളെ ഖബറിൽ, നമ്മുടെ ഖബറിടത്തിലേക്കും വരുന്ന വലിയൊരു സംഭാവനയാണ്. 90 മക്കൾ അവിടെ ഫാത്തിഹ ഓതും, വന്ന ഉടനെ ഫാത്തിഹ ഓതും. ആ ഫാത്തിഹ ഓതിയാൽ 90 മക്കളുടെ ഫാത്തിഹ നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരും. മാതാപിതാക്കളുടെ പേരിൽ ഹദിയ ചെയ്താൽ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ പോയി ഫാത്തിഹ ഓതുന്ന 90 മക്കളുടെ ഫാത്തിഹത്തും ഏകദേശം 2.5 മണിക്കൂർ 3 മണിക്കൂർ നേരം അവിടെ മദ്രസ നടക്കും. അവിടെ ഓതുന്ന ഖുർആൻ, അവിടെ പഠിക്കുന്ന ഹദീസുകൾ, അവിടെ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ഓരോ ഹർഫിനും 10 ഹസനത്ത് എന്ന രീതിയിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് നിരന്തരമായി ആശ്വാസം കിട്ടുമെന്നതിൽ സംശയമില്ല. കാരണം അബൂലഹബിനെ നമ്മൾക്ക് പരിചയമുണ്ട്, അല്ലെ? അബൂലഹബിനെ നമ്മൾക്ക് പരിചയമുണ്ട്. നരകത്തിൽ പോലും അബൂലഹബിന് അല്ലാഹു ആശ്വാസം നൽകുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ?
നരകത്തിലാണ് അബൂലഹബ്, അതാർക്കും സംശയമില്ല. ആ നരകത്തിൽ പോലും അബൂലഹബിന് അല്ലാഹു ആശ്വാസം നൽകുമെന്നാണ്. എന്തുകൊണ്ട്? നബി തങ്ങൾ ജനിച്ചപ്പോൾ സന്തോഷിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണ് അബൂലഹബിന് നരകത്തിൽ അല്ലാഹു ആശ്വാസം നൽകുന്നത്. എന്നാൽ ഖബറാളികളായ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ഖബറിടം സ്വർഗീയമാക്കി മാറ്റാൻ മക്കളായ നമ്മുടെ പ്രാർത്ഥന മതി. ഇത് ചെറിയ സദഖയല്ല. ഖിയാമത്ത് നാൾ വരെ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്കും നമ്മുടെ ഖബറിടത്തിലേക്കും കടന്നു വരുന്ന വളരെ മഹത്തായ സദഖയാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി തന്നെ മാതാപിതാക്കളുടെ ഖബറിടം വെളിച്ചമാകാൻ വേണ്ടി, എന്നിട്ട് ആ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കണം, മന്നാലി ഹാദാ, അള്ളാഹുവെ ഇന്നലെ വരെ നരകശിക്ഷ അനുഭവിച്ചിരുന്ന എന്റെ ഈ ഖബറിടം ഇന്ന് സ്വർഗമാവാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കണം. അപ്പോൾ അള്ളാഹു അവരോട് പറയുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഈ മക്കൾ, ഇവിടെ ഇരിക്കുന്ന ഈ മക്കളുടെ ദുആ കൊണ്ട്, ഈ മക്കളുടെ സംഭാവന കൊണ്ട് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം സ്വർഗീയമാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയുമെന്നാണ് ഹദീസ് പറയുന്നത്.